നമസ്കാരം. ദേവസ്വം ഭരണത്തിൽ സർക്കാരിന് സ്വാതന്ത്ര്യം വേണമെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറെ നിയമിക്കുന്നത് പോലും കോടതിയാണ്. തെറ്റുണ്ടെങ്കിൽ മാത്രം കോടതി ഇടപെടൽ മതിയെന്ന് മന്ത്രി ആവർത്തിച്ചു. അതേസമയം തന്ത്രിസ്ഥാനം താഴമൺ കുടുംബത്തിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ആവർത്തിച്ചിരിക്കുകയാണ് BJP നേതാവ് KS രാധാകൃഷ്ണൻ. കളങ്കിതരെ മാറ്റി നിർത്തണം എന്നത് തന്നെയാണ് BJPയുടെ നിലപാടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്ത്രി വിവാദത്തിൽ നിന്ന് അകലം പാലിക്കുകയാണ് പാർട്ടി നേതൃത്വം. പക്ഷേ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ശ്രീ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടിനെയും രാഹുൽ ഈശ്വരനെയും പ്രതീക്ഷിക്കുന്നു. ഒപ്പം ശ്രീ SJR കുമാർ, VHP, ശ്രീ P ശ്യാംരാജ്, BJP, ശ്രീ VR അനൂപ്, കോൺഗ്രസ് എന്നിവരും. ആദ്യം ശ്രീ ശ്യാംരാജ്, BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് KS രാധാകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം BJPയുടെ അഭിപ്രായം തന്നെ ആയിരിക്കുമല്ലോ. അദ്ദേഹത്തോട് ഇന്ന് ഞങ്ങളുടെ പ്രതിനിധി ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി BJPയുടെ നിലപാടിന് വിരുദ്ധമല്ല എൻ്റെ നിലപാട് എന്നാണ്. അപ്പോൾ KS രാധാകൃഷ്ണന്റെ അഭിപ്രായത്തെ BJPയുടെ അഭിപ്രായമായി എടുക്കാമല്ലോ അല്ലേ? ശ്രീ അഭിലാഷ്, ഇപ്പൊ എനിക്ക് തോന്നുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ ഇട്ടുതരാം. എന്തായാലും ഏതൊരു BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അഭിപ്രായം പറയേണ്ട ഒരു വിഷയമാണ് അതെന്ന് BJP കരുതുന്നില്ല. കാരണം ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അത് പ്രത്യേകിച്ച് ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിലേക്ക് അവിടുത്തെ താന്ത്രിക വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് മാറണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഹിന്ദു സമൂഹത്തിലെ പണ്ഡിതരും ഹിന്ദു സമൂഹത്തിലെ തന്നെ അഗാധമായിട്ടുള്ള അറിവുള്ളവരും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളുമൊക്കെയാണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. ഇനി ഞങ്ങളുടെ സ്കൂൾ ഓഫ് തോട്ടിൽ തന്നെ ആണെങ്കിലും വിശ്വഹിന്ദു പരിഷത്തിനെ പോലെയും ഹിന്ദു ഐക്യവേദിയൊക്കെ പോലുള്ള സംഘടനകളാണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൽ അങ്ങനെ അഭിപ്രായം പറയേണ്ടതായിട്ട് ഇല്ല. BJP അല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഇത്തരം വിഷയങ്ങൾ അഭിപ്രായം പറയേണ്ടതില്ല എന്നാണ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വ്യക്തികളെന്നുള്ള രീതിയിൽ ഏതൊരാൾക്കും അറിവുള്ള ആളെന്നുള്ള രീതിയിൽ, വ്യക്തികളെന്നുള്ള രീതിയിൽ, ഭക്തർ എന്നുള്ള രീതിയിൽ ഏതൊരാൾക്കും അഭിപ്രായം പറയാവുന്നതുമാണ്. പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടികൾ അത്തരത്തിലുള്ള അഭിപ്രായത്തിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആണ്. താങ്കൾ തന്നെ പറഞ്ഞല്ലോ, വിവിധ ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള വിവിധ ആളുകളുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. അതെ, KS രാധാകൃഷ്ണൻ ഞാൻ പറഞ്ഞല്ലോ, മത ആത്മീയ സാംസ്കാരിക പ്രഭാഷണം നടത്തുന്ന ആൾ കൂടിയാണ്. അപ്പൊ ഈ ഒരു അഭിപ്രായ രൂപീകരണത്തിൽ ഇപ്പോ KS രാധാകൃഷ്ണൻ ഹിന്ദു ആത്മീയ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സൗണ്ടിന് പ്രശ്നമുണ്ട്. പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഒന്ന്, അദ്ദേഹം BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആണ്. അതിന് ഉപരിയായി അദ്ദേഹം ഒരു സാംസ്കാരിക നായകനും ഹൈന്ദവ സാംസ്കാരിക പ്രഭാഷണങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുന്ന ആ നിലയ്ക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ വിവിധ ഹിന്ദു സമൂഹത്തിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടതെന്ന്. ആ നിലയ്ക്ക് അഭിപ്രായം പറയാൻ പര്യാപ്തനായിട്ടുള്ള ആളാണല്ലോ അദ്ദേഹം. അതെ, അല്ല അതല്ലെന്ന് പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ പാടില്ല എന്നിവിടെ ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അഭിപ്രായം അത് തന്നെയാണ് ഞാനും തുടക്കത്തിലേ പറഞ്ഞത്. അത് തന്നെയാണല്ലോ, അദ്ദേഹം അഭിപ്രായം പറഞ്ഞു കൊള്ളട്ടെ. അദ്ദേഹത്തിന്റെ അറിവ് വെച്ചിട്ടോ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം വെച്ചിട്ടോ ഒരു ഭക്തൻ എന്നുള്ള രീതിയിലേക്ക് അഭിപ്രായം പറഞ്ഞു കൊള്ളട്ടെ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് അഭിപ്രായം പറയേണ്ടത് പാർട്ടിയല്ല എന്നാണ് സ്റ്റേറ്റ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്, എന്നാണ് പാർട്ടിയുടെ അഭിപ്രായം. ഇത് ഞാനിവിടെ മാതൃഭൂമി ചാനലിൽ വന്നിരുന്നിട്ട് സംസ്ഥാന സെക്രട്ടറി എന്നുള്ള എൻ്റെ അഭിപ്രായം പറയുന്നില്ല. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ എല്ലാവരും കൂടിച്ചേർന്നിടത്തുള്ള തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് അഭിപ്രായം പറയേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഞങ്ങളുടെ സ്കൂൾ ഓഫ് തോട്ടിൽ തന്നെ ഹിന്ദു ഐക്യവേദി, വിശ്വഹിന്ദു പരിഷത്തൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ആളുകൾ അഭിപ്രായം പറയണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞാൻ പറഞ്ഞു, അതിനകത്തൊരു ക്ലാരിറ്റിയുടെ ഇനി കുറവുണ്ട് അല്ല കഴിഞ്ഞില്ല ഒന്നും തോന്നില്ല. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ളൊന്നുമില്ല. അദ്ദേഹം അഭിപ്രായം പറയാൻ അർഹനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ പാർട്ടിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് അങ്ങനെയല്ല എന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാന ഉപാധ്യക്ഷൻ ഒരു കാര്യം പറഞ്ഞു, സംസ്ഥാന അധ്യക്ഷൻ അതിനകത്ത് ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ശരി, ഓക്കെ, അതാണ് BJPയുടെ തോട്ട്. ഞാൻ VHPയുടെ അഭിപ്രായം അറിയുന്നതിന് മുമ്പ് ശ്രീ അനൂപ്, ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡാണല്ലോ നിയമനാധികാരി. തന്ത്രിയെ നിയമിക്കുന്നത് ദേവസ്വം ബോർഡാണ്. അപ്പോൾ ദേവസ്വം ബോർഡിനാണ് കണ്ഠരര് രാജീവ് ഒരു കത്ത് കൊടുത്തത്, എൻ്റെ മകൻ ബ്രഹ്മദത്തനെ അടുത്ത് തന്ത്രിയാക്കണം എന്ന്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് നേരെ അത് ഹൈക്കോടതിക്ക് കൈമാറിയിരിക്കുകയാണ്. അതിനെ ദേവസ്വം മന്ത്രി വിമർശിച്ചിട്ടുണ്ട്. ദേവസ്വം സംവിധാനങ്ങൾ ഓട്ടോണോമസ് ആയ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട ബോഡിയാണ്. പക്ഷേ അതിൻ്റെ സ്വാതന്ത്ര്യം വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സാധാരണ നിലയിൽ അതാത് സർക്കാരുകൾ വരുമ്പോൾ അവർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളുള്ള ബോർഡാണ്. ഇപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾ നിയോഗിച്ചിട്ടുള്ള ബോർഡല്ല എന്നുള്ളത് ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഈ കാര്യത്തിൽ ആരാണ് തീരുമാനമെടുക്കേണ്ടത്?
അല്ല, ഇന്ന് ബഹുമാന്യനായ ദേവസ്വം മന്ത്രി പറഞ്ഞത് എന്താ? സർക്കാർ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കും എന്ന് തന്നെയാണ്. സർക്കാരിനാണ് ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ ഗോൾഡൻ റൂൾ, സുവർണ്ണ നിയമം എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് പവേഴ്സാണ്. ഇപ്പോൾ ജുഡീഷ്യറിക്ക്, ലെജിസ്ലേച്ചറിന്, എക്സിക്യൂട്ടീവിന് അതിന് അനുവദിക്കപ്പെട്ട ഒരു അധികാര വിഭജനമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൃത്യമായി ഇന്ന് ദേവസ്വം മന്ത്രി സൂചിപ്പിച്ചത്, കോടതി ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കണം, പക്ഷേ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നേരത്തെ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് തന്നെയാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അതിനകത്ത് കൃത്യമാണ് നിലപാട്. അതിനകത്ത് പിന്നെ ഈ നേരത്തെ ഇപ്പോൾ ഈ താഴമൺ കുടുംബവുമായി ബന്ധപ്പെട്ട് BJPയുടെ പ്രതിനിധി പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ഹിന്ദു മത പണ്ഡിതരാണ് തീരുമാനം എടുക്കേണ്ടതാണ്. അത് അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു, ഞങ്ങളുടെ സ്കൂൾ ഓഫ് തോട്ടിൽ പെടുന്നത് VHPയും ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയൊക്കെയാണെന്ന്. അപ്പം അദ്ദേഹം പറയാതെ പറഞ്ഞു വച്ചിരിക്കുന്നത് ഡോക്ടർ KS രാധാകൃഷ്ണൻ ഇവരുടെ സ്കൂൾ ഓഫ് തോട്ടിൽ പെടുന്ന ഒരാളല്ലെന്നാണ് ഈ പറയുന്ന. അദ്ദേഹം എന്തുകൊണ്ടത് പെടുന്നില്ല എന്ന് വിശദീകരിക്കേണ്ടത് ഇദ്ദേഹമാണ്. അദ്ദേഹം ഒരു വേദാന്തത്തിലൊക്കെ അവഗാഹമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളാണ്, ഫിലോസഫി പ്രൊഫസറായിരുന്ന ആളാണ്. അപ്പോൾ ഡോക്ടർ KS രാധാകൃഷ്ണൻ സംഘപരിവാറിന് വേണ്ടി നിരന്തരം വിഷം വിസർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും KS രാധാകൃഷ്ണൻ കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് അദ്ദേഹം സംഘപരിവാറിൻ്റെ സ്കൂൾ ഓഫ് തോട്ടിൽ പെടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ സംഘപരിവാർ തന്നെയാണ്. അത് പ്രതിനിധി വിശദീകരിക്കുന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ BJP പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ RSSൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം രണ്ട് തരത്തിലാണ് ചോദിക്കുന്നത്. താഴമൺ തന്ത്രി കുടുംബത്തെ മാറ്റണോ എന്നുള്ളതാണല്ലോ ഇന്നത്തെ ചർച്ച തന്നെ. അപ്പോൾ അതിനുള്ള ഞങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത്, ഇവിടെ ഏതൊരു പൗരനുള്ള അവകാശം മാത്രമേ തന്ത്രിക്കുള്ളൂ. ആ അന്വേഷണ പ്രക്രിയ നടക്കുന്നു, അത് കോടതി അടക്കം പരിശോധിക്കുന്നു, അതങ്ങനെ നടക്കും. തന്ത്രിക്ക് പ്രത്യേകിച്ച് പ്രിവിലേജോ അർത്ഥത്തിൽ ഇമ്മ്യൂണിറ്റിയോ ഇല്ല. തന്ത്രി കുറ്റം ചെയ്താൽ തന്ത്രി ശിക്ഷിക്കപ്പെടട്ടെ. പിന്നെ ഈ താഴമണല്ല, തന്ത്രി പോലുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന പാരമ്പര്യ അവകാശങ്ങളിൽ നിന്നും മാറി എല്ലാവർക്കും അത് പ്രാപ്യമാക്കണോ എന്നാണ് ചോദ്യമെങ്കിൽ ഈ പറയുന്ന BJPക്ക് സംഘപരിവാരത്തിന് അതിന് ഉത്തരം കൊടുക്കാൻ കഴിയില്ലെന്നേ. RSSന്റെ സർസംഘചാലകമായിട്ട് നിയമിക്കപ്പെടുന്നത് ആരാ? ഇവർക്ക് എങ്ങനെ ജാതിയെ കുറിച്ച് സംസാരിക്കാൻ കഴിയുക? ജാതിയിൽ അധിഷ്ഠിതമായൊരു സംഘമാണ് സംഘപരിവാർ. നാഗ്പൂരിൽ ചിത്ഭവൻ ബ്രാഹ്മണർ മാത്രം, അതിന് പുറത്ത് മഹാരാഷ്ട്രയ്ക്ക് പുറത്ത് ഈ പറയുന്ന ആളുകളൊന്നും വരാത്ത ഒരു ജാതി ബ്രാഹ്മണ്യത്തിൽ അധിഷ്ഠിതമായ സംഘടന ജാതിക്കെതിരെ സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇവരുടെ ഇതാണെന്നേ. ഇന്ത്യയുടെ പ്രസിഡന്റായി ചിലപ്പോൾ അവർ ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവരും. പക്ഷേ RSSന്റെ ആസ്ഥാനത്ത് RSSന്റെ സർസംഘചാലകമായ ഒരു ദളിതനെ നിയോഗിക്കാൻ കഴിയുമോ? RSS ഒരു ജാതി സംഘടനയാണ്. ചില ആളുകൾ ഞങ്ങൾ ഹിന്ദു ഐക്യമെന്നൊക്കെ പറഞ്ഞ് ചില തട്ടിക്കൂട്ടലുകൾ വരുമ്പോൾ അവിടെ ഈ പറയുന്ന അതിനെക്കുറിച്ച് സംസാരിക്കാൻ KS രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അവിടെ കൃത്യമായി ജാതിയിൽ തുടങ്ങി ജാതിയിൽ അവസാനിക്കുന്ന ഒരു ജാതിയിൽ കേന്ദ്രീകൃതമായ ഒരു സംഘടനാ രൂപമാണ്. അതിൻ്റെ ഹൈറാർക്കി എന്ന് പറയുന്നത്, അതിൻ്റെ നായകത്വം എന്ന് പറയുന്നത് ജാതി തന്നെയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് വളരെ കൃത്യമായി പറയാം, വൈക്കം സത്യാഗ്രഹം തൊട്ട് ഗുരുവായൂർ സത്യാഗ്രഹം വരെ ഇവിടുത്തെ വിശ്വാസികളെ അഡ്രസ് ചെയ്തതും വിശ്വാസത്തിൽ പരിഷ്കരണം സാധ്യമാക്കിയതും വിശ്വാസത്തിൽ ഈ പറയുന്ന യഥാർത്ഥ നവോത്ഥാനം കൊണ്ടുവന്നതും കേരളത്തിലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ അത് കോൺഗ്രസ് മാത്രമാണ്. ആ ജോലി ഞങ്ങൾ തുടർന്ന് നിർവഹിക്കും. ശരി, അതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ശ്രീ SJR കുമാർ, VHPയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ്? വളരെ സ്ട്രോങ് ആയിട്ടാണ് KS രാധാകൃഷ്ണൻ താഴമൺ കുടുംബത്തെ ഈ താന്ത്രിക വൃത്തിയിൽ നിന്ന്, ശബരിമലയിലെ താന്ത്രിക വൃത്തിയിൽ നിന്ന് മാറ്റണം എന്ന് പറയുന്നത്. കുടുംബത്തിലെ 2 മുതിർന്ന തന്ത്രിമാരും നിയമ നടപടികൾ നേരിട്ട, 2 വ്യത്യസ്ത വിഷയങ്ങളിൽ നിയമ നടപടികൾ നേരിട്ട ആളുകളാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായും അതുകൊണ്ട് താന്ത്രിക വൃത്തി എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ മക്കൾ ഇങ്ങനെയാണോ വേണ്ടത് എന്ന ചോദ്യം KS രാധാകൃഷ്ണൻ ഉയർത്തി വിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദു സമാജത്തിലെ മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സും അത് ചർച്ച ചെയ്യില്ലേ? അതിൽ VHPയുടെ പക്ഷം എവിടെയാണ്? ആദ്യം തന്നെ പറഞ്ഞോളട്ടെ, ഞാൻ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ എൻ്റെ ചുമതല ശബരിമല കർമ്മസമിതിയുടെ ജനറൽ കൺവീനർ എന്നുള്ള നിലയിലാണ്. ഓക്കെ, നമ്മൾ തീർച്ചയായിട്ടും ഞാൻ ശബരിമല കർമ്മസമിതിയെ പ്രതികരിച്ചിട്ടാണ് ഇന്നിപ്പോൾ താങ്കളോട് സംസാരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ട ചില പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ വിഷയത്തിൽ അധിഷ്ഠിതമായി നമ്മൾ ചർച്ച ചെയ്യാതിരിക്കും നല്ലത്. അതല്ലാതെ ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ പോലെ അത് RSSലേക്കും നാഗ്പൂരിലേക്കും ഒക്കെ പോകേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് വേറൊരു ചർച്ചയാണ്. അതിപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അവർക്കറിയാം ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി എവിടെയാണ്, RSSൻ്റെ സ്ഥിതി എവിടെയാണ്, BJPയുടെ സ്ഥിതി എവിടെയാണ്, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളം ഒരു ചെറിയ തുരുത്താണ്. അത് കണ്ടുകൊണ്ട് നമ്മൾ ലോകമെല്ലാം ഇങ്ങനെയാണെന്ന് പൊട്ടക്കുളത്തിൽ തവളെ പോലെ സംസാരിക്കുന്നത് ശരിയല്ല എന്നത് ആദ്യം തന്നെ ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ്.
രണ്ടാമത്തെ വിഷയം, ഈ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം എന്തുകൊണ്ടത് പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിനോട് ചോദിച്ചാലേ അറിയുള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഇല്ല, ഇനി ആര് വിചാരിച്ചാലും അത്തരം കാര്യങ്ങളൊന്നും നടപ്പാകാൻ പോകുന്നില്ല. കാരണം ഇതിനൊക്കെ ചില സംവിധാനങ്ങളുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ലോ. ശബരിമലയൊക്കെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് മുതൽ ഈ ഭൂമിയിലുള്ളതും ആയിരക്കണക്കിന് പല പല ജനറേഷൻസായിട്ട് അവിടെ പോവുകയും ആരാധന നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ തന്ത്രിമാരായിട്ടിരിക്കുന്നവർ എത്രാമത്തെ ജനറേഷൻ ആണെന്ന് കൂടെ ആലോചിക്കണം. ഇതിന് കോടതി നമ്മൾ അറിയേണ്ടത്, ഇന്ന് നാട്ടിൽ നമ്മൾ ജനാധിപത്യ സംസ്കാരം മാത്രമല്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന ഒരു രാജ്യം. ഇപ്പോ താങ്കൾ ഉന്നയിച്ച കാര്യത്തിന് കെ എസ് രാധാകൃഷ്ണൻ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ശബരിമല എത്രയോ കാലമായിട്ടുള്ള ക്ഷേത്രമാണ്. ഈ താഴമൺ കുടുംബം വരുന്നതിന് മുമ്പ് അവിടെ താന്ത്രിക വൃത്തി ഇല്ലായിരുന്നോ? താഴമൺ കുടുംബം വരുന്നതിന് മുമ്പ് ശബരിമല ഇല്ലായിരുന്നോ? ആന്ധ്രയിൽ നിന്ന് താഴമൺ കുടുംബവും മറ്റ് ബ്രാഹ്മണ കുടുംബങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ നടക്കാതിരുന്നിട്ടില്ലല്ലോ. ഞാൻ അതിലേക്ക് വരാം. ഞാനതല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ജനാധിപത്യ രീതിയിൽ ഒരു ഭരണ സംവിധാനമുള്ളൊരു നാട്ടിൽ, ഒരു കോടതി നിലനിൽക്കുന്ന നാട്ടിൽ, അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന നാട്ടിൽ നമ്മൾ ചില ഫോളോ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതേ വിഷയം 2019 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുന്നിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനായിട്ട് വന്നിരുന്നു. ഈ പറഞ്ഞ താഴമൺ കുടുംബത്തിൻ്റെ അവകാശം എടുത്ത് കളയണമെന്ന് പറഞ്ഞു. എന്തായി? ആദ്യം നമ്മളത് അന്വേഷിക്കണ്ടേ? കോടതി എടുത്ത് കളഞ്ഞു, തള്ളിക്കളഞ്ഞു പെറ്റീഷൻ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇനിയും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, അതുകൊണ്ട് ആദ്യം ഞാൻ പറഞ്ഞത് ആര് പറഞ്ഞാലും നടപ്പാവില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. പിന്നെ ഈ കീഴ്വഴക്കങ്ങൾ ഞാൻ പറഞ്ഞത്, ഈ ഓരോ കുടുംബത്തിനും ഈ ഓരോ സമയത്ത് ഓരോ ക്ഷേത്രത്തിൽ, ഇപ്പോൾ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് താഴമൺ കുടുംബത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് തുടർച്ചയായിട്ട് നടക്കുകയാണ്. ഈ സർക്കാർ വരുന്നതിന് മുമ്പും സർക്കാർ സ്ഥാപിതമാകുന്നതിന് മുമ്പും തന്നെ തുടങ്ങിയതാണ്, രാജഭരണത്തിൽ ആരംഭിച്ചാണ്. അപ്പോൾ അത്തരം ഒരു കീഴ്വഴക്കത്തിൻ്റെ കാര്യങ്ങളുണ്ട്, വിശ്വാസത്തിൻ്റെ കാര്യമുണ്ട്. തന്ത്രി എന്ന് പറഞ്ഞാൽ വെറുതെ ആർക്കും കയറി തന്ത്രം ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ നമ്മൾ അറിയേണ്ടത് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റിനപ്പുറം വേറൊരു റൈറ്റ് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾക്ക് വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ സുപ്രീം കോടതിയിൽ നടന്ന 9 അംഗ ബെഞ്ചിയുടെ വിസ്താരം, ഞാൻ എല്ലാ ദിവസവും കോടതിയിലുണ്ടായിരുന്ന ഒരാളാണ്. അവിടെ ഈ വിഷയം എടുത്തപ്പോൾ എങ്ങനെയാണ് കോടതി ഓരോ വിഷയത്തെ പരാമർശിച്ചതെന്ന് കൂടെ നമ്മൾ അറിയണം. കോടതി പറഞ്ഞൊരു കാര്യം, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അത് ചോദ്യം ചെയ്യാനായിട്ട് കോടതികൾക്കോ അതല്ലെങ്കിൽ ഭരണ സംവിധാനത്തിനോ ഗവൺമെൻറ്റിനോ സാധ്യമല്ല. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യാം. അതിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ, അല്ലെ അഴിമതി, അല്ലെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ. പക്ഷേ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടെന്ന് കോടതി തന്നെ പറഞ്ഞു. അധികം താമസം അത്തരത്തിലുള്ള വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ നാട്ടിൽ അംഗീകരിക്കപ്പെട്ട ധാരാളം കോടതി വിധികളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഡിനോമിനേറ്ററി റൈറ്റ്സ് ഉണ്ട്. അതായത് ആർട്ടിക്കിൾ 26 പ്രകാരം ഈ ഓരോ ക്ഷേത്രത്തിനും അത് കോമൺ, 25 നമ്മുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആണ് പറയുന്നതെങ്കിൽ 26 പറയുന്നത് കോമൺ റൈറ്റ്സ് ആണ്. അതായത് ക്ഷേത്രങ്ങളുടെയും ഒന്നിച്ചു കൂടുന്ന ആരാധനാലയം. അതിൽ ഡിനോമിനേഷൻ റൈറ്റ്സ് പ്രത്യേകം പറയുന്നുണ്ട്. ആ ഡിനോമിനേഷൻ റൈറ്റ്സിന് ആക്ച്വലി അതിനുള്ളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് സർക്കാരിനോ കോടതിക്കോ സാധ്യമല്ലെന്ന് എത്രയോ വിധികളുണ്ട്. വീണ്ടും 9 അംഗ ബെഞ്ചിൽ ഇതേ പരാമർശം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ കേരള സർക്കാർ ഇടപെടും എന്ന് പറയുന്നതിന് തെറ്റാണ്. ശരിക്കും ഒരു ജനാധിപത്യ സർക്കാരിന് അത്തരം ഒരു മതത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാനുള്ള ഒരു റൈറ്റും ഇല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിന് കൈകടത്താൻ പറ്റും, ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ വളരെ പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്, അത് എത്രയോ വിധികളിൽ കൂടെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഭരണപരമായ കാര്യങ്ങളിലല്ലാതെ, അതല്ലെങ്കിൽ അഴിമതി, കുറ്റം, എന്തെങ്കിലും അത്തരത്തിൽ കാര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് സർക്കാരിനും ഇടപെടാൻ പറ്റും. അതല്ലാതെ ആചാരപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല. അത് കീഴ്വഴക്കത്തിനും ആചാരങ്ങൾക്കും കാലാകാലങ്ങളായിട്ട് നടന്ന കസ്റ്റംസിനും പ്രാക്ടീസിനുമാണ് അവിടെ പ്രാധാന്യം എന്നുള്ളത് ധാരാളം കോടതികളിൽ പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് സംശയിക്കേണ്ട. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നത്, ഇതേ വിഷയം 2019 കോടതിയുടെ മുന്നിൽ വന്നപ്പോൾ കോടതി ആ പെറ്റീഷൻ തള്ളിക്കളഞ്ഞു. കാരണം അത്തരം ഇത് തന്നെയായിരുന്നു ആവശ്യം, താഴമൺ കുടുംബത്തിൻ്റെ റൈറ്റ് എടുത്ത് കളയണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും രാധാകൃഷ്ണൻ അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തോട് ചോദിക്കേണ്ടി വരും. അതല്ലാതെ ഈ കാര്യത്തിൽ നമ്മൾ ഒരു പൊതുസമൂഹത്തിന് ചർച്ചയുടെ ആവശ്യമില്ല. നിലനിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്, അത് നിയമപരമായിട്ടുള്ള സംവിധാനമുണ്ട്. ഞാൻ പറയാണ്, ഈ ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് കോടതിയിലേക്ക് റെഫർ ചെയ്യുന്നുള്ളത്, തീർച്ചയായിട്ടും ഇതിന്റെ ദേവസ്വം ബോർഡിന് പോലും അത്തരമൊരു അപ്പോയിന്റിംഗ് അതോറിറ്റി അല്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് കോടതിയിൽ ചെല്ലേണ്ടി വന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ. എനിക്ക് ഇനി ശ്രീ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടുണ്ട്, അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ശ്യാംരാജ്, കെ എസ് രാധാകൃഷ്ണൻ അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? അതിലെല്ലാ BJP-ക്കാരും ഷോക്ക്ഡ് ആവേണ്ട കാര്യമുണ്ടോ? നോക്കൂ, ഇപ്പോൾ പൂജ ചെയ്യുന്ന കാര്യത്തിൽ
പൂജ ചെയ്യുന്നത് പൂജാവിധികൾ പഠിച്ച ആർക്കുമാകാം എന്നുള്ളതല്ലേ നിങ്ങളുടെ നിലപാട്? തന്ത്രവിദ്യാപീഠത്തെക്കുറിച്ചും മാധവ്ജി എടുത്ത നിലപാടിനെ കുറിച്ചും ഒക്കെ ചാനൽ ചർച്ചകളിലൊക്കെ പറയാറുണ്ടല്ലോ. ഈ അടുത്തല്ലേ PS ശ്രീധരൻപിള്ള പത്രങ്ങളുടെ എഡിറ്റ് പേജിൽ മാധവ്ജിയെക്കുറിച്ച് ലേഖനമൊക്കെ എഴുതിയത്? അപ്പോൾ പൂജ പഠിക്കുന്ന, പൂജാതി കർമ്മങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് അത് ചെയ്യാം എന്ന് വർത്തമാനത്തിൽ പറയാ. എന്നാൽ അങ്ങനത്തെ ഒരു ചർച്ച വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുണ്ടോ? ഒരു വലിയ കൾച്ചറൽ ഷോക്ക് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ KS രാധാകൃഷ്ണന്റെ ആ അഭിപ്രായ പ്രകടനം? അല്ല, അത് ഈ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം അദ്ദേഹം എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹത്തോട് തന്നെ ആണ് ചോദിക്കേണ്ടത്. അദ്ദേഹം ഒരു മാന്യ വ്യക്തിയാണ്, എനിക്ക് അടുപ്പമുള്ള ആളാണ്, വളരെ അറിവുള്ള ആളുമാണ്. പക്ഷേ ഇതിനകത്തൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ശബരിമല വിഷയത്തിൽ ശബരിമല തന്ത്രി ദേവസ്വം ബോർഡിനോട് റിക്വസ്റ്റ് ചെയ്യേണ്ട വിഷയമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അദ്ദേഹത്തിന്റെ മകൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ഇദ്ദേഹത്തിന്റെ മകൻ ആ കുടുംബത്തിലെ അംഗമാണ്. ഈ നമ്മുടെ നിലവിലുള്ള വ്യവസ്ഥകൾ പലതും, ക്ഷേത്രത്തിന്റെ വ്യവസ്ഥകൾ തന്ത്രശാസ്ത്ര വിധി പ്രകാരം എന്നൊക്കെ പറയുമ്പോൾ ആകമാനം മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നതിന് നമ്മളൊന്നും വിരോധികളല്ല. പക്ഷെ അതിനകത്തൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ശബരിമല തന്ത്രി ഇതുവരെ നടന്നിട്ടുള്ള മുൻ കീഴ്പ്പതിവ് അനുസരിച്ച്, ക്ഷേത്രത്തിന്റെ നിയമം അനുസരിച്ച് തന്ത്രി എന്ന് പറഞ്ഞ പ്രഥമ ആചാര്യനാണ്. അപ്പൊ അങ്ങനെ കർമ്മം ചെയ്യുന്ന അങ്ങനെ ആ പരമ്പരയുടെ ആ കുടുംബത്തിൽപ്പെടുന്ന ആൾക്കാരാണ് തന്ത്രിമാരായിട്ട് അവരോധിക്കപ്പെടാറുള്ളത്. അതൊരു കീഴ്പ്പതിവാണ്, അതങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ശ്യാമിനോട് ചോദിക്കാനുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അക്കീർമൺ സംസാരിച്ചു തുടങ്ങിയ സാഹചര്യത്തിൽ ശ്രീ അക്കീർമൺ, ശരി, ആ കീഴ്പ്പതിവ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 കേസുകൾ തന്ത്രിമാരായിരിക്കേണ്ട സീനിയർ ആയിട്ടുള്ള 2 പേർക്കെതിരെ ഉണ്ടാവുന്നു. കേസിന്റെ മെറിറ്റ് അവർ കോടതിയിൽ ഫൈറ്റ് ചെയ്ത് തീരുമാനിക്കട്ടെ. ഞാൻ അതിൽ കടന്ന അഭിപ്രായമൊന്നും പറയുന്നില്ല. പക്ഷേ കേസുകൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ മറ്റൊരു കുടുംബത്തിലേക്കോ അതല്ലെങ്കിൽ ഈ താന്ത്രിക വിദ്യ അറിയാവുന്ന മറ്റൊരാളിലേക്കോ അത് പോകാൻ പാടില്ല. ഇത് ഈ കുടുംബ വഴിയിൽ തന്നെ വേണം എന്ന നിർബന്ധ ബുദ്ധി എന്താണ്? അല്ല, അങ്ങനെ ആരും ചെറിയ അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ. അപ്പൊ അതിനകത്തൊരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ നടന്നിരിക്കുന്ന ചരിത്രപരമായിട്ട് ഇതുവരെ ഈ ക്ഷേത്ര സംസ്കാരത്തിൽ ആ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് തന്ത്രം കഴിക്കുന്നത്. അതിനെ വേണേ അവര് എതിർത്തോട്ടെ, അതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ പറയുന്നത്, ഈ രാജീവര് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേസുകളും മറ്റു കാര്യങ്ങളും നടക്കുന്നു. അത് കഴിയുന്നവരെ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ഈ കുടുംബത്തിൽ ജനിച്ച ആളിന് തന്ത്രം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ തന്ത്രം അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറയേണ്ട പോലും കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊരു കീഴ്പ്പതിവ് അനുസരിച്ച് അത് നടന്നു വരുന്ന ഒരു ഏർപ്പാടാണ്. ഈ വ്യവസ്ഥകളെ മുഴുവൻ എതിർക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് ആയിക്കോട്ടെ, ആ തലത്തിന് ആരും ഒന്നും എതിർക്കുന്നില്ലല്ലോ, അതൊക്കെ ആ തലത്തിൽ നടന്നോട്ടെ. പക്ഷെ നിലവിൽ ദേവസ്വം ബോർഡിന്റെ ഒരു വളരെ കാലങ്ങളായിട്ട് പത്രത്തിൽ വായിക്കുന്ന ഒരു ഏർപ്പാടാണ്, ഈ വർഷത്തെ തന്ത്രി ഇന്നാര്, അടുത്ത വർഷത്തെ തന്ത്രി ഇന്നാര്. അതൊക്കെ തെറ്റാണ്. ആ കുടുംബത്തിൽപ്പെട്ട ഒരാളെന്നേ ഉള്ളൂ, അല്ലാണ്ട് ഈ ഒരു വ്യക്തിക്കല്ല അവിടെ പ്രാധാന്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാജീവരെ കത്ത് കൊടുത്തു എങ്കിൽ, എനിക്കറിഞ്ഞൂടാ, കൊടുത്തു എങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളോ അദ്ദേഹത്തിന്റെ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന് കേസ് ഉണ്ടെങ്കിൽ ആ കേസ് കഴിയുമ്പോൾ അത് നേരെയാവട്ടെ, അത് തെളിയിക്കപ്പെടട്ടെ. അതല്ല ഇവിടെ വിഷയം. അദ്ദേഹത്തിന്റെ മകന് തന്ത്രത്തിന് പോകുന്നതിന് യാതൊരു തെറ്റും ഇതുവരെയുള്ള ക്ഷേത്ര സംസ്കാരത്തിന്റെ ഇന്നത്തെ ഈ ദിവസം വരെയുള്ള പതിവനുസരിച്ച് അദ്ദേഹത്തിന് അതിന് അവകാശമുണ്ട്, അദ്ദേഹം ചെയ്യാൻ തടസ്സവും ഇല്ലാത്തതാണ്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ കത്ത് കൊടുത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതൊന്നും തന്ത്രിമാരുടെ മറ്റേ ഈ ശബരിമല വിഷയങ്ങൾ ഇപ്പൊ പൊതുവെ തന്നെ കണ്ടുവരുന്ന ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസങ്ങളെയോ കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ സത്യം പറഞ്ഞാൽ കഷ്ടമായിട്ട് തോന്നാറുണ്ട്. വാസ്തവത്തിൽ ഇതിനകത്ത് മറ്റേ രാധാകൃഷ്ണൻ അദ്ദേഹം അതിൽ ശ്രീ അക്കീരമൺ, ഇവിടെ ഒന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കോടതി ഉത്തരവ് ഞാനത് വായിക്കാം. ക്ഷേത്രതന്ത്രിമാരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ക്ഷേത്ര ഉടമകൾക്ക് അവകാശമുണ്ടോ? ഇക്കാര്യം കേരള ഹൈക്കോടതി സൂക്ഷ്മമായി പരിശോധിച്ച് 2025 വിധി പറഞ്ഞു. തന്ത്രി സമാജം കൊടുത്ത കേസിൽ വിധി വന്നു. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ തന്ത്രികൾക്കുള്ള അധികാരം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഭരണഘടനയ്ക്കും നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസരിച്ച് തന്ത്രികളെ മാറ്റാൻ ഉടമകൾക്ക് അധികാരമുണ്ടെന്ന് കോടതി വിധിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ പോയിന്റ്. അപ്പോൾ ഇവിടെ ഉടമ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡാണ് തന്ത്രിയെ നിയോഗിക്കേണ്ടത്. അപ്പോൾ ആര് ശബരിമല ക്ഷേത്രത്തിൽ തന്ത്രം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിയമിക്കുന്ന ദേവസ്വം ബോർഡിന് അവരുടെ അഭിപ്രായവും അവരുടെ ടേക്കും എടുക്കാമല്ലോ. അഭിലാഷ്, ഇതിനകത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ തന്ത്രി ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് കുഴപ്പമുണ്ടെങ്കിൽ ആ വ്യക്തിയെ ബാധിക്കുന്ന വിഷയം മാത്രമാണത്, അല്ല കുടുംബത്തെ അല്ല അത് ബാധിക്കുന്നത്. അപ്പൊ അതില് ആരോപിക്കപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ അതിനകത്ത് വിഷയം. അത് നിഷ്കളങ്കരായിട്ടുള്ള അല്ലെങ്കിൽ കുഴപ്പക്കാരല്ലാത്ത മറ്റുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതൊന്നും ഈശ്വരന്റെ മുമ്പിൽ ഈശ്വരീയതയെ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് മൊത്തത്തിൽ ഈ തന്ത്രം അങ്ങനെ മാറ്റാനാണ് താല്പര്യമെങ്കിൽ ആ വഴിക്ക് ചർച്ച പൊക്കോട്ടെ, അത് തീരുമാനിക്കപ്പെടുന്നവർ തീരുമാനിച്ചോട്ടെ. അതിന് തന്ത്ര സമാജമൊന്നും അല്ല തീരുമാനിക്കേണ്ടത്. ഇത് ഇപ്പൊ നിലവിൽ ഉള്ള ശാസ്ത്രം അനുസരിച്ച് ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന ആളിനെയാണ് തന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ പരമ്പരകളാണ് അത് ചെയ്തു വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സംശയം വരുന്നത്. കാരണം ഓരോ വ്യക്തികളും എന്റെ മകനെ ആക്കാനാണ് എന്ന് ധരിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ.
പക്ഷേ എൻ്റെ മകൻ മാത്രമല്ല കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അദ്ദേഹത്തിന് പോകുന്നതിനൊന്നും തടസ്സം വിടില്ല. ഇനി അത് ആരോപിക്കപ്പെടുന്നു ഇയാൾ കുഴപ്പക്കാരനാണ്, അതുകൊണ്ട് ഇയാളെ തന്ത്രം കഴിക്കാൻ പറ്റില്ല എന്ന് പറയും. അല്ലാതെ വേറെ ഒരു അങ്ങനെ നിലവിലുള്ള വ്യവസ്ഥ അനുസരിച്ചല്ലേ നമുക്ക് തർക്കിക്കാൻ പറ്റുള്ളൂ. ശരി, ഓക്കെ. ശ്രീ രാഹുൽ ഈശ്വർ കൂടി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല. ഇപ്പോൾ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ കണ്ഠരര് മോഹനര് ജയിലിൽ പോയാൽ മകൻ മഹേശ്വരര് വരും, അതുപോലെ രാജീവരുടെ കേസിൽ പെട്ടാൽ മകൻ ബ്രഹ്മദത്തം വരും. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഈ തരത്തിലാണോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം തീരുമാനിക്കേണ്ടത് എന്നൊരു വിശ്വാസി ചോദിച്ചാൽ അത് അവമതിപ്പുണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അഭിപ്രായവും കേൾക്കേണ്ടതല്ലേ? അഭിലാഷ്, എല്ലാ അഭിപ്രായവും കേൾക്കണം. എന്നാൽ അഭിലാഷിനോട് റെഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ www.guinnessworldrecords.com എന്നൊരു സൈറ്റ് ഉണ്ട്. അത് ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിന് റെഫർ ചെയ്യണം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യാജ പ്രചരണങ്ങൾ, കള്ളങ്ങൾ ഒരു പോസ്റ്റിൽ എഴുതി എന്ന ക്രെഡിറ്റ് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടാവണം. അദ്ദേഹത്തിന്റെ പോസ്റ്റിലെ പ്രമുഖമായി കാണുന്ന 6-7 കള്ളങ്ങൾ അക്കമിട്ട് പറയാം. ഒന്ന്, അദ്ദേഹം തുടങ്ങുന്നത് മനീതി സംഘം ശബരിമലയിൽ ആചാരം ലംഘിച്ച പോലെ എന്നാണ്. മനീതി സംഘം ശബരിമലയിൽ ആചാരം ലംഘിച്ചിട്ടില്ല, ഞങ്ങൾ വിശ്വാസികൾ അവരെ തടഞ്ഞു, അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. 2, ആ വാക്ക് വളരെ മോശമാണ്. തന്ത്രിയെ വേശ്യപുരയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല, തന്ത്രി യഥാർത്ഥത്തിൽ വാദിയാണ്. തന്ത്രിയെ കുടുക്കിയ ശോഭാ ജോണയും ബച്ചു റഹ്മാനെയുമാണ് അറസ്റ്റ് ചെയ്തത്. 3, ശ്രീധർമ്മശാസ്താവിന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യ പ്രതിഷ്ഠ എന്ന് അദ്ദേഹം പറയുന്നു. ശ്രീധർമ്മശാസ്താവ് കല്യാണം കഴിച്ച വ്യക്തിയാണ്. പൂർണ്ണയും പുഷ്കലയും 2 ഭാര്യമാരുണ്ട്. സ്വാമി അയ്യപ്പനാണ് നൈഷ്ഠിക ബ്രഹ്മചാരി. 4, വ്യാജരേഖ കേസിൽ ശബരിമല തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. അല്ല, അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല, അനുജ്ഞ മേടിച്ചില്ല എന്ന കേസിലാണ്, ലോകത്തിൽ ആദ്യമായി ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ല എന്ന കേസിലാണ് കണ്ഠരര് രാജീവ് അറസ്റ്റിലാകുന്നത്. 5, മോഹനർ ജയിലിൽ കിടന്നു, അപ്പം മകനെ വിട്ടു എന്നാണ്. മോഹനർ ജയിലിൽ കിടന്നിട്ടില്ല, മോഹനർ കേസിൽ വാദിയാണ്. മോഹനരെ കുടുക്കിയതാണെന്ന് പിന്നീട് ഹൈക്കോടതി പറയുകയും ചെയ്തു. അഭിലാഷ് ആ സമയത്തൊക്കെ ആക്റ്റീവായി ജേർണലിസ്റ്റിൽ ഉള്ളൊരു ആളാണ്. എത്രമാത്രം കള്ളങ്ങളാണ് ഒരു പോസ്റ്റിൽ ഒരാൾക്ക് പറയാൻ കഴിയുന്നത്? ഇദ്ദേഹം വിശ്വാസിയാണോ? യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ കേരളത്തിലേക്ക് 2 ബ്രാഹ്മണ കുടുംബങ്ങളെയാണ് കൊണ്ടുവരുന്നത്, താഴമണ്ണും തരണനെല്ലൂരും. അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാണ്, അഥവാ പ്രാണപ്രതിഷ്ഠ കഴിച്ച് പിതൃസ്ഥാനീയനായ വ്യക്തിയാണ്. ആ അയ്യപ്പന്റെ അച്ഛൻ സ്ഥാനീയരായവരെ അപമാനിക്കുന്നത് ശരിയാണോ? എനിക്ക് തോന്നുന്നില്ല. BJP പോലെ ഹിന്ദു വിശ്വാസങ്ങളെ മാനിക്കുന്ന ഒരു പാർട്ടിയിലെ എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ശ്രീ കുമ്മനം രാജശേഖരൻ ചേട്ടനെ പോലെ കാവ്യ ധരിക്കാത്ത ഒരു സന്യാസിയായ വ്യക്തിക്കോ ബാക്കിയുള്ളവർക്കോ ഈ അഭിപ്രായം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. രാജീവ് ചന്ദ്രശേഖർജിക്ക് ഈ അഭിപ്രായം ഉണ്ടെന്ന് കരുതുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ അജ്ഞതയിലോ ഒരുപക്ഷെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പെട്ടുപോയതുകൊണ്ടോ പറഞ്ഞതായിരിക്കാം. കാര്യം ഫാക്ച്വൽ എറേഴ്സ് ആണ് ഇത് മുഴുവൻ, വസ്തുതാപരമായ തെറ്റുകളാണ് ഇത് മുഴുവൻ എന്ന് ആരൊരാൾക്കും ആ പോസ്റ്റ് വായിച്ചാൽ മനസ്സിലാകും. ഇനി 2, എല്ലാത്തരം അഭിപ്രായങ്ങളെയും സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ വസ്തുതകൾ എന്താണെന്ന് നോക്കണം. കൊല്ലം കോടതി 4 സ്ഥലങ്ങളിലാണ് കണ്ഠരര് രാജീവരെ കുറിച്ച് പറയുന്നത്. 2 സ്ഥലങ്ങളിൽ there is not even an iota of evidence. 2 സ്ഥലങ്ങളിൽ there is nothing to place on record that തന്ത്രി ഏതെങ്കിലും രീതിയിൽ ഇതിൽ ഇൻവോൾവ് ആണെന്ന്. ആ അർത്ഥത്തിലുള്ള കണ്ഠരര് രാജീവരെ പോലെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ബ്ലാക്ക് മാർക്ക് പോലും കേൾപ്പിക്കാത്ത ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? 2, ഇന്ന് ഏറ്റവും പ്രഗത്ഭനാണ്. കാളിദാസൻ ചേട്ടൻ പറഞ്ഞ പോലെ, ബ്രഹ്മശ്രീ അക്കീരവൻ കാളിദാസ ഭട്ടതിരിപ്പാട് സൂചിപ്പിച്ചതുപോലെ, അവർ 2 മക്കളും കണ്ഠരര് മഹേഷ് മോഹനരും കണ്ഠരര് ബ്രഹ്മദത്തനും ഏറ്റവും നല്ല ആധുനിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഒരേപോലെ ലഭിച്ച ഏറ്റവും പ്രാഗൽഭ്യമുള്ള രീതിയിൽ ജനങ്ങളുടെ ആദരവ് നേടിയവരാണ്. ഇവരുടെ 2 പേരുടെയും പൂജ ബ്രഹ്മശ്രീ കണ്ഠരര് മഹേശ്വരന്റെ പൂജയെ സ്മരിപ്പിക്കുന്നതുമാണ്. ആ രീതിയിൽ എന്തുകൊണ്ട് ഒരു കുടുംബത്തെ ആക്രമിക്കാൻ തുനിയുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു വിശ്വാസി ഭാഗമായി നിൽക്കുന്ന വിശ്വാസികളെ, അതായത് CPM-കാർ കള്ളത്തരം കാണിച്ച് 41 ദിവസം ജയിലിലിട്ട ഒരു ശബരിമല തന്ത്രിയെ അധിക്ഷേപിക്കാൻ എന്തിനാണ് ആരെങ്കിലും മുതിരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെയാണ് CPM അല്ലാത്ത എല്ലാ കക്ഷികൾക്കും ഇത് കള്ളത്തരമാണെന്ന് മനസ്സിലായിട്ടുണ്ട്, കോടതിക്ക് കള്ളത്തരമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. കോടതി വിധി അങ്ങനെയാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് തന്ത്രി അധിക്ഷേപിക്കുന്നത്? ഇനി 2, തന്ത്രിക്ക് നിയമപരമായ പൊസിഷൻ എന്താണ്? ഒരു ക്ഷേത്രത്തിന്റെ ആചാരകാര്യങ്ങളിലെ പരമാധികാരി തന്ത്രിയാണ്. പിന്നെ ഏറ്റവും ബഹുമാനത്തോടെ പറയട്ടെ, ദേവസ്വം ബോർഡിന് എനിക്ക് വലിയ ബഹുമാനമാണ്. ദേവസ്വം ബോർഡ് ഉണ്ടായിട്ട് 100 വർഷങ്ങളല്ലേ ആകൂ. ശബരിമല തന്ത്രിമാർ അവിടെ ഉണ്ടായിട്ട് നൂറ്റാണ്ടുകളും ആയിരക്കണക്കിന് വർഷങ്ങളും. അവിടെയാണ് രാഹുൽ ഒരു ചോദ്യം. അതിൽ KS രാധാകൃഷ്ണൻ ചോദിക്കുന്നത്, അപ്പൊ തന്ത്രി കുടുംബം വരുന്നതിന് മുമ്പ്, താഴമൺ കുടുംബം ആന്ധ്രയിൽ നിന്ന് വരുന്നതിന് മുമ്പ് ശബരിമല ഉണ്ടല്ലോ എന്നുള്ളതാണ്. ശബരിമല അതിനുണ്ടല്ലോ. അത് അഭിലാഷ് ചോദിച്ചത് വളരെ സന്തോഷമാണ്. അവിടെയും അടിസ്ഥാനപരമായ തെറ്റാണ്. അതായത് യഥാർത്ഥത്തിൽ ഈ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, ഇത് അയ്യപ്പ ക്ഷേത്രം നമ്മൾ പറയുമെങ്കിലും ടെക്നിക്കലി ഇത് ശ്രീധർമ്മശാസ്താ ക്ഷേത്രമാണ്. ഈ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ താന്ത്രിക പാരമ്പര്യം സാക്ഷാൽ പരശുരാമൻ, മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ നൽകുന്നത് താഴമണ്ണിനാണ്. സമാനമായ പല അമ്പലങ്ങളും തരണനെല്ലൂരിനാണ് കൊടുക്കുന്നത്. ഇപ്പം കണ്ഠരര് മോഹനരുടെ വിഷയത്തിൽ വിവാദം വന്നു.
വന്നു. അന്ന് എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനമെടുത്തു. അന്ന് കണ്ടൊരു മഹേശ്വരൻ ഉണ്ടായിരുന്നു, എല്ലാവിധ ആൾക്കാരും ചേർന്ന് ഈ തൽക്കാലം വിവാദമുണ്ട്, അതുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കണം. അതുപോലെ ഏതെങ്കിലും ഒരു നിലപാടുണ്ടായാലും ഒരു വിഷയവുമില്ല. തന്ത്രിമാരെ എന്താ പറയുക, ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത ശക്തിയൊന്നുമല്ല. തന്ത്രിമാർക്കും ചോദ്യം നേരിടണം, അവരും ഉത്തരം നൽകണം. പക്ഷേ കോടതി അടക്കം കണ്ഠരര് രാജീവരുടെ ഭാഗത്ത് തെറ്റില്ലെന്നും ഇന്ന് പൊതുസമൂഹത്തിൽ CPM അദ്ദേഹത്തെ കുടുക്കിയതാണ്. പിണറായി വിജയൻ അവർക്ക് നേരെ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ, പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെന്ന പാട്ട് വന്നപ്പോൾ CPMന് നേരെ നിൽക്കുന്ന ചോദ്യശരങ്ങൾ തെറ്റിലെ അല്ലെങ്കിൽ ദിശ തിരിച്ചുവിടാൻ വിശ്വാസിയുടെ ഭാഗമായി നിൽക്കുന്ന തന്ത്രിയെ കുടുക്കിയതാണെന്ന് പകൽ പോലെ വ്യക്തമാകുന്ന അവസ്ഥയിൽ തീർന്നില്ല. നിയമസഭയിൽ ഇതിന് കോൺഗ്രസ് ഔദ്യോഗികമായി പ്രതിഷേധിക്കുകയുണ്ടായി. BJPയുടെ രാജീവ് ചന്ദ്രശേഖർജി പിന്നീട് കണ്ഠരര് രാജീവരെ കാണാൻ വരികയുണ്ടായി. കോടതി വിധി ഉണ്ടായി. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയിൽ അദ്വൈതം എന്ന സിനിമയിലെ പാട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു കോടതി വിധിയിൽ ഒരു സിനിമാ പാട്ട് കോട്ട് ചെയ്യുന്നത്. അതായത് പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന ജസ്റ്റിസ് ബദറുദ്ദീന്റെ വിധിന്യായം. അതിൽ ആ സിനിമയുടെ സാഹചര്യം തന്ത്രിയെ കുടുക്കി തന്ത്രിയെ സ്വർണ്ണമോഷ്ടാവായി ചിത്രീകരിച്ചതാണ്. അപ്പോ നിരപരാധിയായ നിഷ്കളങ്കനായ യാതൊരു കുറ്റവും കേൾപ്പിക്കാത്ത എന്നാൽ വിശ്വാസത്തിന് വേണ്ടി ശക്തമായ നിലപാടെടുത്ത് പിണറായി വിജയനോട് പറഞ്ഞു, നിങ്ങൾ യുവതികളെ കയറ്റുകയാണെങ്കിൽ ശബരിമല അടച്ചിട്ട് പോകുന്നത്. ആ ധൈര്യം കാണിച്ച ഒരു തന്ത്രിയെ കരിവാരി തേക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? ശരി, ഓക്കെ. അതിൽ എല്ലാം KS രാധാകൃഷ്ണനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നമുക്കൊരു ഇടവേള എടുത്തതിന് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വേണം. ശ്രീ VR അനൂപ്, KS രാധാകൃഷ്ണന്റെ നിലപാടിന് വലിയ പിന്തുണയില്ല, സംഘപരിവാർ സംഘടനകൾക്കിടയിൽ വലിയ പിന്തുണയില്ല എന്നാണ് ഈ ചർച്ച ഇതുവരെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമായി അവസാനിക്കാനായിരിക്കാം സാധ്യത. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ തീരുമാനം എടുക്കാം കേട്ടോ. സർക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മന്ത്രിസഭ തീരുമാനം എടുക്കണം എന്നല്ല പറയുന്നത്. ദേവസ്വം ഭരണത്തിൽ സർക്കാരിന് സ്വാഭാവികമായും ഒരു ഹോൾഡ് ഉണ്ടാവും. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ സർക്കാർ നിയോഗിച്ചതാണ് എങ്കിലും ദേവസ്വം ഭരണത്തിൽ സർക്കാരിന്റെ നിലപാടിനൊരു റോൾ ഉണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണം എന്ന് വരുമ്പോൾ ആകെ കൺഫ്യൂഷൻ വരുമോ? ഈ തന്ത്രി കേസ് വിഷയത്തിലൊക്കെ വളരെ ശക്തമായ നിലപാട് തന്ത്രിക്ക് അനുകൂലമായി എടുത്ത ആളുകളാണ് ഇപ്പോൾ ഭരിക്കുന്നവരിൽ പലരും, ആഭ്യന്തരമന്ത്രി അടക്കം. ഒരിക്കലുമില്ല അഭിലാഷേ. അതിനു മുമ്പ് അങ്ങ് എനിക്ക് ആനുപാതികമായ സമയം തരണം. സംഘപരിവാറിന്റെ 2 പ്രതിനിധികളാണ് ഒരേ സമയം ഒരു ചർച്ചയിൽ സംസാരിക്കുന്നത്. എനിക്ക് എൻ്റെ ഭാഗം വിശദമാക്കേണ്ടതുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, സർക്കാരിന് ഈ കേസിനകത്ത് ഒരു മുൻവിധിയില്ലെന്നേ. ഈ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് തന്ത്രിക്കും മന്ത്രിക്കും ഒരു ഇമ്മ്യൂണിറ്റിയും ഇല്ല. ഒരു കേസിനകത്ത് ഇന്ത്യൻ പൗരനുള്ള അതേ അധികാരം, അതേ എല്ലാ സാഹചര്യവും തന്ത്രിയായാലും മന്ത്രിയായാലും അതിനഭിമുഖീകരിക്കേണ്ടതുണ്ട്. അത് നിയമത്തിൻ്റെ വഴിക്ക് പോകും. തന്ത്രിയുടെ കാര്യത്തിൽ അതിനകത്ത് ഒരു സംശയവുമില്ല. ഞങ്ങൾ അതിനകത്ത് ഇടപെടാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ RSS, BJP, സംഘപരിവാർ സംഘടനകൾ എല്ലാ കാലത്തും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താ? ഇവിടെ ആര് ഭരിച്ചാലും കുഴപ്പമാണ്. വിശ്വാസം സംരക്ഷിക്കണമെങ്കിൽ, വിശ്വാസികളെ സംരക്ഷിക്കണമെങ്കിൽ ഞങ്ങൾ വരണമെന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അയോധ്യയല്ലേ അഭിലാഷേ? അയോധ്യയിൽ ഭൂമിയുടെ പേരിൽ തട്ടിപ്പ്, ആ ക്ഷേത്ര ശ്രീകോവിലിന് പോലും ചോർച്ച, വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയ, അവിടേക്ക് സംഭാവന ചെയ്ത സ്വർണം പോലും കൊള്ളയടിച്ച കൂട്ടരാണ് ഞങ്ങളിതാ ശബരിമല സംരക്ഷിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ നോമിനേറ്റ് ചെയ്ത ഒരു ട്രസ്റ്റ് ഭരിക്കുന്ന അയോധ്യ എന്ന് പറയുന്നത്, ഇതിനകത്ത് നിങ്ങളുടെ നിലപാട് എങ്ങനെ ആയിരിക്കും? നിങ്ങളെ ക്ഷേത്രങ്ങളെ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി, അതിൻ്റെ ടെസ്റ്റ് ഡോസായി, അതിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റായി അയോധ്യ മാറി. സംഘപരിവാർ രാജ്യം ഭരിച്ചാൽ എന്താണെന്ന് ഉള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ സംഘപരിവാറിന് പ്രാമുഖ്യമുള്ള നിയമിക്കപ്പെടുന്ന അത് സംഘപരിവാറിന് പ്രാമുഖ്യമുള്ള ഇടത്ത് അയോധ്യയിൽ അങ്ങനെ നടന്നു. ഇപ്പൊ ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് പ്രാമുഖ്യമുള്ള സർക്കാർ ഭരിക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്താവും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ശബരിമലയിൽ അതിന്റെ താന്ത്രിക അവകാശം കുടുംബ വഴിക്ക് താഴമൺ കുടുംബത്തിനാണ്, അതാണ് ആചാരം എന്ന് പറയുന്നു. ഓക്കെ, മേൽശാന്തി നിയമനമോ? കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പൂജ പഠിച്ച ആളുകൾക്ക്, വിവിധ ജാതികളിൽപ്പെട്ട പൂജ പഠിച്ച ആളുകൾക്ക് നിയമനം കിട്ടാവുന്ന സാഹചര്യമുണ്ട്. പക്ഷെ നോക്കൂ, ശബരിമലയുടെ കാര്യത്തിൽ എന്താ? ശബരിമല മേൽശാന്തിയാക്കാൻ പറ്റുമോ? ശബരിമല മേൽശാന്തിയായിട്ട് ഒരാൾ നിയമനം കിട്ടണമെങ്കിൽ അയാളുടെ അടിസ്ഥാന യോഗ്യത എന്താണ്? ആദ്യത്തെ യോഗ്യത എന്താണ്? മലയാള ബ്രാഹ്മണനാവണം. മലയാള ബ്രാഹ്മണനായ പൂജാതി കർമ്മങ്ങളിൽ നിഷ്ഠയുള്ള ഒരാൾക്ക് അവിടെ അതിനായിട്ട് അപേക്ഷിക്കാൻ പറ്റൂ. അത് ഈ പറഞ്ഞ പോലെ താവഴിക്കല്ലല്ലോ, അത് തീരുമാനിക്കുന്നത് ആരാ? ദേവസ്വം ബോർഡല്ലേ. അപ്പം സംഘപരിവാറിന് ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ ആധിപത്യമുള്ള ഇടത്ത് എന്ത് എന്നുള്ളതിനപ്പുറത്ത് ഇവിടെ ഇപ്പൊ നിങ്ങൾ ഭരിക്കുമ്പോൾ എന്താ അവസ്ഥ? ഇതിപ്പോ നിങ്ങൾ കൊണ്ടുവന്നൊന്നല്ല, അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ കോൺഗ്രസ് ഇവിടെ ഭരിക്കുന്നതുകൊണ്ട് അതിലെന്തെങ്കിലും മാറ്റം വരാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അടുത്ത വർഷമോ അതിനടുത്ത വർഷമോ അതിന്റെ അടുത്ത വർഷമോ എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കാറുണ്ടോ? അല്ല അഭിലാഷ, അത് ഞാൻ പറയാം. തീർച്ചയായും കാലാനുസൃതമായ മാറ്റങ്ങൾ വരണമെന്നുള്ള പക്ഷക്കാർ തന്നെയാണെന്നേ ഞങ്ങളൊക്കെ. പക്ഷേ ഇതിനകത്ത് എല്ലാ കാലത്തും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ആരാ?
ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ സമയത്ത് ഇണ്ടംതുരുത്തി മനയിൽ ഗാന്ധിജിക്ക് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ട സമയത്ത് കോൺഗ്രസ് എടുത്ത നിലപാട് എന്താണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ. ഈ കാര്യങ്ങളിലൊക്കെ വിശ്വാസത്തിനകത്ത് പരിഷ്കരണം സാധ്യമാക്കിയ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണെന്നേ. ഇവിടെ RSSന്റെ ആളുകൾ ഇതിൻ്റെയൊക്കെ ഞങ്ങൾ മാഗ്ന കാർട്ട എന്ന് അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും ഉദ്ധരിക്കാറുള്ള എന്താ, പാലിയം വിളംബരത്തിലൂടെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുവന്നു എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും പൂജിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവരെന്താ പറയുന്നത്? KS രാധാകൃഷ്ണന്റെ അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തോട് യോജിപ്പിന്റെയും വിയോജിപ്പിന്റെയും പ്രശ്നം ഉണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടതിയിൽ കേസുള്ള ഒരാളുടെ അയാൾ കുറ്റവാളിയാണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമൊന്നും KS രാധാകൃഷ്ണൻ ഇല്ല, ഒരു RSS നേതാവിനും ഒരു BJP നേതാവിനും ഇല്ല. അത് ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് നടക്കണം. നേരത്തെ പറഞ്ഞ അദ്ദേഹം ഉപയോഗിച്ച ഭാഷയൊക്കെ വളരെ പ്രശ്നമാണ്. പക്ഷേ KS രാധാകൃഷ്ണൻ മതപണ്ഡിതനാണ്, ആ നിർവചനത്തിൽ ഇവർ കൊണ്ടുവരുന്നില്ല. KS രാധാകൃഷ്ണൻ ഈ പറയുന്ന സംഘപരിവാർ സംഘടനയുടെ ഭാഗമായ KS രാധാകൃഷ്ണന്റെ അഭിപ്രായത്തെ ഇവര് മുഖവിലക്ക് എടുക്കുന്നില്ലെന്നേ. ഈ പറയുന്ന KS രാധാകൃഷ്ണന്റെ സമുദായത്തിൽ, ധീവര സമുദായത്തിൽപ്പെട്ട സ്ത്രീയായ മാതാ അമൃതാനന്ദമയി ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഇവരെന്താണ് പറയുന്നത്? ഒരു വശത്ത് പറയാണ് പാലിയം വിളംബരം ഞങ്ങളെല്ലാവരെയും പൂജിക്കാൻ പ്രാപ്തരാക്കുന്നു, എല്ലാ ക്ഷേത്രങ്ങളും ഞങ്ങൾ തരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിനെതിരെ അക്ഷരം ഇവർക്ക് മിണ്ടാൻ കഴിഞ്ഞോ? ഇപ്പോഴും നാഗ്പൂരിൽ ചിത്ഭവൻ ബ്രാഹ്മണർ നിയന്ത്രിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RSS. ഇവരെ സംബന്ധിച്ച ഒരു നിർണായക ഘട്ടത്തിൽ ഹിന്ദു ഐക്യം എന്ന് പറയും. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഹിന്ദു ഐക്യമില്ല. ചിത്ഭവൻ ബ്രാഹ്മണരുടെ സ്ഥാനത്ത് ഒരു മലയാളി ബ്രാഹ്മണനായ നമ്പൂതിരിക്കോ തമിഴ് ബ്രാഹ്മണനായ അയ്യർക്കോ പോലും RSSന്റെ സർസംഘചാലകായ ചരിത്രമില്ലെന്നേ. ഇവർ അത്രയും വലിയ ഒരു ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഈ താന്ത്രിക പാരമ്പര്യത്തൊക്കെ എതിർക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയുക? ഇവരൊരു ഈ പറയുന്ന ഒരു കുടുംബ സിസ്റ്റം പോലെ, ഒരു ജാതി പോലെ, ഒരു താവഴിയിൽപ്പെട്ട ആളുകൾ പോലെ നിയന്ത്രിക്കുന്ന ഒരു സംഘടനയാ. ഒരു ജനാധിപത്യ സംഘടനയല്ല, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒന്നേയല്ല. ഈ RSS ഒരു വശത്ത് എല്ലാ കാലത്തും പാലിയം വിളംബരം എന്ന് പറയുകയും അതേ സമയത്ത് ഇതൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അവരെ ഘടകവിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാനൊരു കാര്യം അഭിലാഷേ പറയാം. അങ്ങ് ഉന്നയിച്ച ചോദ്യത്തിന്റെ സ്പിരിറ്റ് ഞാൻ ഉൾക്കൊള്ളുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായ നിലപാടുണ്ടെന്നേ. ഞങ്ങൾ മാത്രമാണ് ഇവിടെ ഈ വിശ്വാസത്തിൽ പരിഷ്കരണം സാധ്യമാക്കിയ ഒരു സംഘടന എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഞങ്ങളാണെന്നേ. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം സംഘപരിവാറാണോ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണോ? കോൺഗ്രസ് ആണ്. കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ പറയുന്ന വിഷയത്തിനകത്ത് വിശ്വാസത്തെ അഡ്രസ് ചെയ്യണം, വിശ്വാസികളെ അഡ്രസ് ചെയ്യണം. പിന്നെ KS രാധാകൃഷ്ണനെ പോലെ ഒരാൾ കയറി നിന്ന് ഒരാൾ കുറ്റവാളിയാണോ അല്ലേ തീരുമാനിക്കേണ്ട അതിന് നിയമ സംവിധാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ മന്ത്രിക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല എന്ന് പറയുന്നത് പോലെ തന്ത്രിക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല. അത് നിയമം വഴി പരിശോധിക്കപ്പെടേണ്ട ഒരു സംവിധാനമാണ്. അദ്ദേഹം മോറൽ പോലീസിംഗ് നടത്തുന്നതിനോ ഞങ്ങൾ അനുകൂലമല്ല. പക്ഷേ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സംഘപരിവാറിന്റെ RSSന്റെ ഇരട്ടത്താപ്പുകൾ ചോദ്യം ചെയ്യപ്പെടണം. ഇവിടെ RSSന്റെ പ്രതിനിധി, BHPയുടെ പ്രതിനിധി പറഞ്ഞു, നിങ്ങൾ എവിടെയാണെന്ന് രാജ്യം കണ്ടു കഴിഞ്ഞു. എന്റെ പൊന്നു സുഹൃത്തെ, RSSന്റെ വിശ്വാസത്തിന്, RSS വിശ്വാസപരമായ കാര്യങ്ങൾ, അതിന്റെ ഇരട്ടത്താപ്പ് ഈ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നേ. നിങ്ങൾ ശ്രീരാമൻ എന്ന് പറഞ്ഞ് ശ്രീരാമനെ നിങ്ങളൊരു കച്ചവട വസ്തുവാക്കി മാറ്റുകയാണെന്ന്. അവിടുന്ന് സ്വർണം അടിച്ചു മാറ്റി, ഭൂമി അടിച്ചു മാറ്റി, തട്ടിപ്പ് നടത്തി. നിങ്ങളുടെ ആളുകളാണ് അതിലൊക്കെ, നിങ്ങൾ നിയോഗിച്ച ആളുകളാണെന്നേ. ഇവിടെ ആ ട്രസ്റ്റ് എന്ന് പറയുന്നത് ആരാ? RSSുമായി സംഘപരിവാരുമായി ബന്ധമില്ലാത്തൊരു വ്യക്തിയുണ്ടോ? എല്ലാവരും നിങ്ങളാ. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? കൊള്ള നടത്തിയിരിക്കുകയാണ്. ഈ രാജ്യത്ത് ഒരു വലിയ ജനക്കൂട്ടത്തെ മുസ്ലിം വിരുദ്ധത പറഞ്ഞ് ഇളക്കി വിട്ട് നിങ്ങൾ അവസാനം ശ്രീരാമനെ നിങ്ങളുടെ താല്പര്യത്തിന് ഉപയോഗിച്ചു. നിങ്ങളുടെ യഥാർത്ഥ താല്പര്യം എന്ന് പറയുന്നത് ശ്രീരാമനല്ല, ശ്രീരാമനിലുള്ള വിശ്വാസമല്ല, ശ്രീരാമനുള്ള ഭക്തിയല്ല എന്നാണ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞത്. നാളെ ശബരിമല അടക്കം, ഗുരുവായൂർ അടക്കം എല്ലാ ക്ഷേത്രങ്ങളും കൈയടക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അവിടെയൊക്കെ നിങ്ങൾ കച്ചവടം ചെയ്യാൻ ഉപയോഗിക്കും. നിങ്ങൾക്ക് വിശ്വാസവുമായി പുലബന്ധമില്ല, അത് നൈതികമായി നിങ്ങൾ വിശ്വാസികളല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ താല്പര്യം ഈ വിശ്വാസത്തിന്റെ സാമ്പത്തികവൽക്കരണവും രാഷ്ട്രീയവൽക്കരണവുമാണ് എന്ന് ഇന്ത്യ തിരിച്ചെടുത്ത സന്ദർഭമാണ്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ RSSന്റെ സ്ഥിതി എന്താണ് എന്ന് ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ തീരുമാനിക്കണ്ട, തന്ത്രി ആരാണെന്ന് നിങ്ങൾ തീരുമാനിക്കണ്ട. ഈ രാജ്യത്ത് നിൽക്കുന്ന നിങ്ങൾക്കൊരു പ്രത്യേക പ്രിവിലേജും ഇല്ലെന്നേ. ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് NSS പോലെയോ അല്ലെങ്കിൽ BHP എന്ന് പറയുന്നത് NSS പോലെയോ SNDP പോലെ ഒരു സാമൂഹിക സംഘടനയൊന്നുമല്ല. നിങ്ങളങ്ങനെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഗുണപരമായ എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുള്ള ഒരു സംഘടനയല്ല.
NSS SNDP നയങ്ങളും നിലപാടുകളൊക്കെ ആയിട്ട് ആളുകൾക്ക് യോജിപ്പും വിയോജിപ്പും ഉണ്ടാകും. പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത സംഘടനകളാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. ഇവിടുത്തെ ഏതൊരു വ്യക്തിക്കുമുള്ള അവകാശം ഇവിടുത്തെ RSS. ശരി, ഓക്കെ. എന്തായാലും RSSന് ബ്രാഹ്മണല്ലാത്ത ഒരു സർസംഘചാലക് ഉണ്ടായിട്ടുണ്ട്. രാജേന്ദ്ര സിംഗ് ആനുഷംഗികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അദ്ദേഹം ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ശ്രീ ശ്യാംരാജ്, ഞാൻ നേരത്തെ താങ്കളോട് ചോദിക്കാൻ ശ്രമിച്ച ഒരു ചോദ്യമുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ നിങ്ങൾ തന്നെ ക്ലെയിം ചെയ്യുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ. മാധവ്ജി അങ്ങനെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് പൂജ അത് പഠിച്ച ആളുകൾക്ക് ചെയ്യാം, പൂജ നന്നായി പഠിച്ച പൂജ ചെയ്യാൻ അറിയുന്ന ആളുകൾക്കൊക്കെ പൂജ ചെയ്യാം, അതാണ് ഞങ്ങളുടെ നിലപാടെന്നൊക്കെ ഇടയ്ക്ക് പറയുമ്പോൾ ഇപ്പോൾ KS രാധാകൃഷ്ണൻ ഒരു അഭിപ്രായം പറഞ്ഞത് കേട്ടിട്ട് ഇങ്ങനെ ബോംബ് വീണത് മാതിരി ഞെട്ടേണ്ടതുണ്ടോ? അതെന്തോ വലിയ അപരാധമായി പോയി എന്ന് തോന്നേണ്ടതുണ്ടോ? അഭിലാഷ്, എനിക്ക് ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം തരാം. പക്ഷേ എനിക്ക് നിങ്ങൾ സമയം തരണം. കാരണം എൻ്റെ കഴിഞ്ഞ തവണത്തെ ഉത്തരം പറയേണ്ട സമയത്താണ് ശ്രീ അക്കീരമൺ ഭട്ടതിരിപ്പാട് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ ഉത്തരം പറഞ്ഞിട്ട് ഞാൻ അവസാനം അഭിലാഷിന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തരാം. ഒന്ന് നോക്കൂ, ഇവിടെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം എന്താണ്? ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് തന്ത്രിമാരുടെ നിയമനം എങ്ങനെയായിരിക്കും എന്നാണ്. ആ കാര്യത്തിൽ ഉത്തരം പറയേണ്ട കോൺഗ്രസിന്റെ പ്രതിനിധി അതിന് ഉത്തരം പറയാതെ ഒളിച്ചോടിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ നിന്നിട്ട് പറയുന്നത്? എന്റെ സാറ്, നിങ്ങൾ ഭരിക്കുന്ന സമയമാണ്, കേരളം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് സർക്കാർ എന്താ, ഇന്ന് നിങ്ങളുടെ മന്ത്രി എന്താ, മുരളീധരൻ എന്താ പറഞ്ഞത്? സർക്കാർ നിസ്സഹായാവസ്ഥയിലാണ്. ഇതാ നിങ്ങളുടെ അവസ്ഥ. ഒരു തന്ത്രിയുടെ കാര്യത്തിൽ പോലും അഭിപ്രായം പറയാത്ത നിങ്ങളാണ് അയോധ്യ പോലുള്ള ഒരു ക്ഷേത്രത്തിന്റെ കാര്യത്തിലേക്ക് അഭിപ്രായം പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏത് കാലത്തായി വലിയ രാമസ്നേഹമൊക്കെ തുടങ്ങിയത്? എവിടെ പോയി? എന്നാലും നിങ്ങൾക്ക് വലിയ രാമസ്നേഹമൊക്കെ ഉണ്ടായിരുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, എന്തായാലും ഇവിടെ നിന്ന് ശബരിമലയിലുള്ള കൊള്ള മൊത്തം നടത്തിയിട്ട് നിങ്ങളുടെ അടൂർ പ്രകാശിനെയും കൊണ്ട് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഈ പോറ്റി പോയ പോലെ ഈ അയോധ്യയിൽ ആരും പോയിട്ടില്ല കേട്ടോ. അവിടെ കൃത്യമായിട്ട് 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, SIT അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. അവിടെ കുറ്റം ചെയ്യുന്നവർ അറസ്റ്റിലാവുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾ വലിയ RSSനെ കുറിച്ചിട്ട് കാര്യം പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് എന്ത് അർഹതയുണ്ട് എൻ്റെ അനൂപ് RSSനെ കുറിച്ചിട്ട് പറയാൻ? ഒരു കാര്യം ഞാൻ നിങ്ങളടക്കമുള്ള കേരളത്തിലെ ഈ രാജ്യത്തെ കോൺഗ്രസ്സുകാർ മുഴുവൻ കേൾക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഈ രാജ്യത്ത് 10 പേർ ഒരുമിച്ചിരിക്കുന്നിടത്ത് തൊട്ടടുത്തവന്റെ ജാതി ഏതെന്ന് അറിയാത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് RSSന്റെ ശാഖ അനൂപ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. തൊട്ടടുത്തിരിക്കുന്നവന്റെ ജാതി ഏതെന്ന് ചോദിക്കാതെ ഒരു ദിവസവും 1 മണിക്കൂർ ആളുകൾ ഒരുമിച്ചിരുന്ന് പാട്ടുപാടിയും കഥ പറഞ്ഞു പോകുന്ന ഒരു സ്ഥലത്തിന്റെ പേര് RSSന്റെ ശാഖ എന്നാണ്. ഇവിടെ അയുത്തം ബാബു അല്ലെങ്കിൽ മറ്റൊന്നും ബാബു അല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇന്ത്യയിലെ തന്നെ ഒരാളെന്ന് പറയുന്ന RSSന്റെ 3ാമത്തെ സർസംഘചാലകനായിരുന്നുള്ള ദേവറസ്ജിയാണ്. ഇനി അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കി ഏറ്റവും കൂടുതൽ മിശ്ര വിവാഹം നടന്നിട്ടുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. വലിയ വർത്തമാനം പറഞ്ഞല്ലോ നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, ഇവിടെ ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾക്കൊരു MBBS എടുക്കാൻ വേണ്ടിയിട്ട് പോലും പാടാണെന്ന്. എന്തേ കേരളത്തിലും തെലങ്കാനയിലും അടക്കം മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അവസരം കിട്ടിയപ്പോൾ എന്താ ചെയ്തത്? കേരളത്തിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടുള്ള നിങ്ങളുടെ നേതാക്കന്മാരില്ലായിരുന്നോ? എന്തേ മുഖ്യമന്ത്രി നിങ്ങളാക്കാത്തത്? എന്താ കൊടുക്കുന്ന സുരേഷിന്റെ അയോഗ്യത? എന്താ നിങ്ങൾ KPCC പ്രസിഡന്റ് ആക്കാത്തത്? തെലങ്കാന രേവന്ത് റെഡ്ഡിക്ക് മുമ്പ് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട പിന്നാക്ക വിഭാഗത്തിലുള്ള നേതാക്കന്മാരില്ലായിരുന്നോ? അപ്പൊ ചുമ്മാ വർത്താനം പറയരുത് അനൂപ്, ചുമ്മാ വർത്താനം പറയുന്നിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാതാകുമ്പോൾ അതിനുപോലും ഉത്തരം പറയാതാകുമ്പോഴത്തേക്ക് വെറുതെ ഇരുന്നിട്ട് വർത്താനം പറയാൻ വേണ്ടിയിട്ട് പാടില്ല. ഇന്ന് ഈ കേരളത്തിൽ തന്നെ മാധവജിയുടെ കാര്യം പറഞ്ഞു. അബ്രാഹ്മണരായിട്ടുള്ള ആളുകൾക്കും പൂജ പഠിക്കുകയും പൂജ ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്ത്രവിദ്യാപീഠം സ്ഥാപിച്ച സംഘത്തിന്റെ RSSന്റെ പ്രചാരകനുള്ള പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ഇനി ശബരിമലയിലെ കാര്യം ഞാൻ പറയാം. ശബരിമലയിലെ മലയേര വിഭാഗത്തിന് അവിടെ മകരവിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം കൊടുക്കണമെന്ന് ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും RSS അടക്കമുള്ള സംഘടനകൾ പറഞ്ഞിട്ടുണ്ടെന്നേ. അങ്ങനെ സമൂഹത്തിലെ ഹിന്ദു സമൂഹത്തിനെ ഒത്തൊരുമിച്ച് നിർത്താനും ഒരേ രീതിയിൽ കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഇന്ന് ഈ രാജ്യത്ത് ശ്രമിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ RSS തന്നെയാണ്. എന്റെ അനൂപേ, അത് നിങ്ങൾക്കറിയില്ലായിരിക്കും. അത് നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ് ഈ ഉപ്പ് വെച്ച കാലം പോലെ കോൺഗ്രസ് ഇന്നിപ്പോൾ ഈ രാജ്യത്തിന് ഒരിടത്തും ഇല്ലാതെ പോയത്. അത് ഈ രാജ്യത്തിന്റെ മുഴുവൻ ആൾക്കാർക്കും അറിയാം. അതുകൊണ്ടാണ് ഇന്ന് ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്. ഇനി പൊളിറ്റിക്കലി എടുത്തു നോക്കൂ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ SC/ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള MP-മാരുള്ളത്, MLA-മാരുള്ളത്, മുഖ്യമന്ത്രിമാരുള്ളത്, മന്ത്രിമാരുള്ളത് ഞങ്ങളുടെ കാലഘട്ടത്തിലാണെന്നേ. ഈ രാജ്യത്തിന് ആദ്യമായിട്ട് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പ്രസിഡന്റ് ഉണ്ടായത് ഞങ്ങളുടെ കാലഘട്ടത്തിലാണെന്നേ. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ സർസംഘചാലകന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഇവിടെ അഭിലാഷ് തന്നെ പറഞ്ഞു. അതുപോലും അത് ഏതെങ്കിലും ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പിലൂടെ വരുന്നതല്ല. ഞാൻ പറയട്ടെ വരുന്നതല്ല. നിങ്ങളുടെ പ്രസിഡന്റുമാരുടെ അവസ്ഥ എന്താ? നിങ്ങളൊരു കുടുംബത്തിന് അപ്പുറത്തേക്ക് നിങ്ങളുടെ നേതാക്കന്മാരെ തീരുമാനിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ?
കോൺഗ്രസ് പാർട്ടിയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റിന്റെ പോട്ടെ ഇത്തവണ തൊട്ട് അവിടുത്തെ തീരുമാനം എടുക്കുന്നവരാ ഒരു കുടുംബമാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? അപ്പൊ ആദ്യം നിങ്ങൾ നിങ്ങളെ തിരുത്ത്. ആദ്യം നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ചോദിച്ച നിങ്ങൾ പറയേണ്ട ഉത്തരത്തിന് ഉത്തരം പറയും. അതിനുശേഷം ഞങ്ങളോട് പറയാം. ഒരു കാര്യം പറയാം, ജാതീയതയ്ക്കെതിരെ പറഞ്ഞ കാര്യത്തിലും ഹിന്ദു സമൂഹത്തിലെ ഐക്യത്തിലൊന്നും RSSനെ പഠിപ്പിക്കാൻ വേണ്ടി BJPയെ പഠിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരൻ വരണ്ട. കാരണം നിങ്ങൾ അതിന് മാത്രമൊന്നും ആയിട്ടില്ല. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മൊത്തം അറിയാം. പിന്നെ ഇവിടെ അഭിലാഷ് ചോദിച്ചു, അഭിലാഷ് ഇവിടുത്തെ പ്രശ്നം അറിയോ? ഇവിടെ സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ്. ഞങ്ങൾക്ക് ഇതിനകത്ത് അഭിപ്രായം പറയുന്നതിലോ രാധാകൃഷ്ണൻ സാർ പറഞ്ഞത് തെറ്റാണെന്നുള്ള ഒന്നും അല്ല ഇതിനകത്ത് പ്രശ്നം. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞോളട്ടെ. ഇതെന്തോ വലിയ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഷോക്കിംഗ് ആണെന്നൊന്നും അല്ല പ്രശ്നം. ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഞങ്ങളുടെ നിലപാട് തന്നെ, ഇപ്പൊ ദേവസ്വം വിഷയത്തിൽ ഞങ്ങളുടെ നിലപാടെന്താ? രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അഫിനിറ്റി ഉള്ളവരല്ല, അല്ലെങ്കിൽ ഭക്തിയില്ല, മറ്റേ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളല്ല ദേവസ്വം കൈയാളേണ്ടത് എന്ന് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണെന്നേ. പൊളിറ്റിക്കൽ പാർട്ടികളല്ല ക്ഷേത്രഭരണം കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ഞങ്ങളുടെ തന്നെ സ്കൂൾ ഓഫ് തോട്ടിലുള്ള മറ്റു പ്രസ്ഥാനങ്ങൾ അതിനകത്ത് അഭിപ്രായം പറയും. ഇപ്പോൾ മാധവജിയുടെ കാര്യം നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം RSSന്റെ പ്രചാരണമായിരുന്നു. ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹം തന്ത്രവിദ്യാപീഠം സ്ഥാപിച്ചു. അവിടെ ധാരാളമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാർ പഠിച്ചു പോയി. ഇന്ന് കേരളത്തിൽ എത്രയോ ക്ഷേത്രങ്ങളില്ല. കേരളത്തിലെ ക്ഷേത്ര കേരളത്തിൽ എത്രയോ ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണ പൂജാരിമാരുണ്ട്. അവരൊക്കെ പൂജ ചെയ്യുന്നുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ പിന്നെ ശബരിമലയിൽ മാത്രം എന്താ മലയാള ബ്രാഹ്മണരെ മേൽശാന്തിയാകാവുള്ളൂ, താഴമൺ കുടുംബാംഗങ്ങളെ തന്ത്രിയാവാൻ പാടുള്ളൂ എന്ന നിബന്ധന എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. അബ്രാഹ്മണർ അവിടെ പൂജ ചെയ്താൽ ശബരിമലയിൽ മാത്രം എന്തെങ്കിലും പ്രത്യേകമായി സംഭവിക്കുമോ? കുഴപ്പം അഭിലാഷ, ഞാനതിന് ഉത്തരം പറഞ്ഞേനെ. ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ, ഞാനതിന് ഉത്തരം പറയുമായിരുന്നു. ഞാൻ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ, ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടി അല്ല ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് എന്നുള്ള ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണെന്നേ. അതുകൊണ്ടാണ്, അതാണ് ഞാൻ ഞങ്ങളുടെ മറ്റ് സ്കൂൾ ഓഫ് തോട്ടിലെ തന്നെ മറ്റ് സംഘടനകൾ ഇക്കാര്യത്തിൽ സൈലന്റ് ആണോ? അവർക്കതിനകത്ത് വ്യക്തവും ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളില്ലേ? അവർ പറയട്ടെ. ഞങ്ങൾ പറയുന്നത് ഇതിനകത്ത് അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായം പറയേണ്ട ഒരു വിഷയമല്ല എന്നുള്ളത് മാത്രമാണ്. അതിനർത്ഥം മറ്റാർക്കും അഭിപ്രായം പറയാൻ പാടില്ല എന്നോ ഭക്തർക്ക് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് പാടില്ല എന്നൊന്നുമില്ല. ഞങ്ങൾക്ക് BJP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും പ്രശ്നമല്ല എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? സർക്കാരിന്റെ നിലപാട് ഇതിനകത്ത് എന്താണ്? ഇപ്പൊ നോക്കൂ, പഴയ മന്ത്രി പുറത്തും തന്ത്രി അകത്തുമായിരുന്നേ. അതായത് ഇവിടുത്തെ ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടിയിരുന്ന മന്ത്രി പുറത്തായിരുന്നു, തന്ത്രി മാത്രമാണ് അകത്തായിരുന്നത്. നമ്മളിപ്പോ പലപ്പോഴും തലയിൽ മുണ്ടിട്ട് പോവാന്ന് ഒളിച്ചു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ തലയിൽ ഒറ്റക്കാര്യം, അതായത് തലയിൽ മുണ്ട് പോയിട്ട് ഹെൽമെറ്റ് പോലും വെക്കാതെ മുരളീധരനെ വീട്ടിൽ പോയി കണ്ടത് എന്തിനാ? അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ കൂടിയിട്ടുള്ള കള്ളക്കളിയിൽ ഇതിനകത്ത് നടന്നിട്ടുള്ളത്. ചെന്നിത്തല പോയി കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിന് ഉത്തരം പറയട്ടെ കോൺഗ്രസിന്റെ പ്രതിനിധി, അല്ലാതെ RSSനെ പഠിപ്പിക്കാനൊക്കെ ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവരുടെ കാര്യം നോക്കട്ടെന്ന്. ആ കാര്യം നോക്കിയിട്ട് ഇവിടെ ഭരണപരമായിട്ട് നിയമപരമായിട്ട് നയപരമായിട്ടുള്ള കാര്യം എന്താ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പറയട്ടെ. പറയാനൊന്നും ഉത്തരവില്ല, എന്തേലും പറഞ്ഞുകൊണ്ടിരുന്നു. അത് ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. രാഹുൽ ഈശ്വരൻ എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? രണ്ട് കാര്യങ്ങൾ. അവിടെയാണ് മാധവ്ജിയും കേരള ഗാന്ധിയായ ശ്രീ K കേളപ്പനും ഒക്കെ എത്രമാത്രം സഹകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ഒരാൾ വിശാല അർത്ഥത്തിൽ RSSന്റെ നിലപാട് നിലയിൽ നിൽക്കുന്നതാണ്, കേരള ഗാന്ധി കേളപ്പൻ മഹാത്മാഗാന്ധിയുടെ പാതയിൽ നിൽക്കുന്നതാണ്. ഇവർക്ക് ഒരു സമവായം കണ്ടെത്തി നമുക്ക് മുമ്പോട്ട് പോകാനുള്ള സ്പേസ് ഇല്ലേ? ആ സ്പേസിലല്ലേ കേരളത്തിലെ നമ്മുടെ ഹൈന്ദവ സമൂഹം നിലനിൽക്കേണ്ടത്. ഇവിടെ രണ്ട് കാര്യം കൂടെ പറയാൻ, ബ്രാഹ്മണ്യാർജിത ശാന്തിയുടെ കാര്യം പറയാൻ. 2013 മുതൽ ഞാൻ തന്നെ ഒരു നായർ ഒരു ഈഴവ സമൂഹത്തിലെ ആൾക്കാരെ എടുത്ത് 10 വർഷം അവർക്ക് ട്രെയിനിങ് ഉള്ളത് ആൾക്കാരെ വെച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ശബരിമലയിലെ മേൽശാന്തിയാകാൻ വേണ്ടിയുള്ള കാര്യത്തിന് കൊടുത്തിരുന്നു. പക്ഷേ പിന്നീട് കേരള ഹൈക്കോടതി വിധി അടക്കം, അതൊരു ഡിനോമിനേഷൻ സ്പെസിഫിക് ആണ്, അതുകൊണ്ട് അത് ആപ്ലിക്കബിൾ അല്ല എന്ന് ഹൈക്കോടതി വിധി അടക്കമുണ്ട്. ഇന്നും മാധവ്ജി അടക്കമുള്ള മഹാന്മാർ തുടങ്ങിയ മൂവ്മെന്റ് മുമ്പോട്ട് കൊണ്ടുപോകണം. അവിടെയാണ് കോൺഗ്രസിനും ഗാന്ധിയന്മാർക്കും അല്ലെങ്കിൽ RSSനും സഹകരിക്കാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ട്. CPM-കാർ ചെയ്യുന്ന ശ്രീ യദുവിനെ അടക്കം കൊണ്ടുവന്നത് വളരെ പോസിറ്റീവാണ്. നമ്മുടെ ഇവിടെ ചർച്ചയിൽ മുമ്പുണ്ടായിരുന്ന ശ്രീ കാളിദാസ ഭട്ടതിരി അടക്കം വളരെ പോസിറ്റീവായി പറഞ്ഞതിന് ഞങ്ങളുടെ സമുദായത്തിലെ കുറച്ച് അൾട്രാ കൺസർവേറ്റീവായ ആൾക്കാർ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. ഇവിടെയാണ് സമവായം സൃഷ്ടിക്കണം. നമ്മൾ ഹിന്ദുക്കൾ ഈ യാദവ കുലം തമ്മിത്തല്ലി ഇല്ലാതായതുപോലെ ആയിട്ട് കാര്യമില്ല. പിന്നെ ശ്രീ ശ്യാമരാജ് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രശംസനീയമാണ്. അത് മലേറിയയുടെ ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിനിൽ SC/ST കമ്മീഷനിൽ എന്റെ പരാതിയാണ് കിടക്കുന്നത്. ഞങ്ങൾ ആ ഹൈക്കോടതി അപ്രോച്ച് ചെയ്തത്. ഒരു ചോദ്യമുള്ളത് ശ്രീ രാഹുൽ ഈശ്വർ, ശരിയാണ്, മലയേറിയർക്ക് അവിടെ മകരവിളക്ക് കത്തിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പല ആളുകളും അവരെ പിന്തുണയ്ക്കുന്നു.
എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ മലയാള ബ്രാഹ്മണർക്ക് അതല്ലെങ്കിൽ താഴമൺ കുടുംബത്തിന് മേൽശാന്തിയുടെ കാര്യത്തിലായാലും തന്ത്രിയുടെ കാര്യത്തിലായാലും അത് പറ്റൂല, ഇനി മലയേറിയർ മകരവിളക്ക് കത്തിച്ചോട്ടെ അതിന് ഞങ്ങൾ പിന്തുണയ്ക്കാന്ന് പറയുന്നത്? അങ്ങനെയല്ല. ആ വിഷയത്തിൽ സജീവമായി ഇടപെട്ട് ക്യാമ്പയിൻ ചെയ്ത ആള് ഞാനാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെയും പോയി കണ്ടിരുന്നു. ഇതിന്റെ പ്രശ്നം നമ്മൾ സമവായം ഉണ്ടാക്കണം. ഞങ്ങളെല്ലാം കൂടെ കുമ്മനം ചേട്ടനാണ് ഈ ഹിന്ദു സമൂഹത്തിലെ എല്ലാ സംഘടനകൾക്കിടയിലും ഏറ്റവും കൂടുതൽ യോജിപ്പുള്ള, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തി. ശ്രീ ശശി തരൂർ സാറ് പോലും കാവി ധരിക്കാത്ത സന്യാസി എന്ന് എന്റെ മുത്തശ്ശിയുടെ ബുക്ക് റിലീസിന് വന്നിട്ട് കുമ്മനം ചേട്ടനെ കുറിച്ച് വിശേഷിപ്പിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ഈ സമവായം ഉണ്ടാക്കുന്നവർ വേണം. നമ്മൾ തർക്കിച്ച് ജയിക്കാൻ ഇത് സ്കൂൾ മത്സരമൊന്നും അല്ലല്ലോ. നമ്മുടെ ഹിന്ദു സമൂഹത്തിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പടലപ്പണക്കങ്ങൾ പരിഹരിച്ച് ജാതീയമായ പ്രശ്നങ്ങളെ അതിജീവിച്ച് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി മുമ്പോട്ട് പോകണം. ഇതല്ലേ നമുക്ക് വേണ്ടത്. അവിടെയാണ് ബ്രാഹ്മണ്യാർജിത ശാന്തി എന്ന് നമ്മൾ മുമ്പോട്ട് വെച്ചതാണ്. ബ്രാഹ്മണ്യാർജിത ശാന്തി എന്ന് ആ പദപ്രയോഗം ഉപയോഗിക്കുക. അതായത് ബ്രാഹ്മണ്യം ആർക്കും ആർജിക്കാം. മഹാനായ വേദവ്യാസൻ അടക്കം ഭഗവാൻ ശ്രീകൃഷ്ണൻ അടക്കം വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്ന് വരുന്നവരല്ലേ. അങ്ങനെ ബ്രാഹ്മണ്യം ആർജിച്ചുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിന്റെ കാര്യങ്ങളിലേക്ക് വരാം. മാധവജി തുടങ്ങിയ വലിയൊരു വിപ്ലവം തന്നെയാണ് യഥാർത്ഥത്തിൽ മാധവജി. ഗാന്ധിജിയുടെ ഒക്കെ സ്പിരിറ്റ് അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായി മുമ്പിൽ വന്നത് ഗാന്ധിജിയാണ്. താഴമണ്ണയെ ചേർത്തൊരു കാര്യം കൂടെ പറയാം. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മഹാദേവദേശായുടെ എപ്പിക് ഓഫ് ട്രാവൻകൂറിൽ താഴമണ്ണിൽ ഗാന്ധിജി നേരിട്ട് വന്നതിനെ പരാമർശിച്ചിട്ടുണ്ട്. അന്ന് ഐത്തോച്ചാരണത്തിന്റെ ഭാഗമായി വന്നപ്പോൾ മഹാത്മാഗാന്ധിക്ക് വലിയ വരവേൽപ്പാണ് താഴമണ്ണിന് ലഭിച്ചത്. മാത്രമല്ല അന്ന് കണ്ഠരര് മഹേശ്വർ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലമായിരുന്നു. അദ്ദേഹമൊക്കെ വളരെ അഭിമാനത്തോടെ മഹാത്മാഗാന്ധി നമ്മുടെ വീട്ടിൽ വന്നിരുന്നു എന്ന് പറഞ്ഞതാണ്. ഈ സമവായം ഉണ്ടാക്കി നമ്മൾ മുമ്പോട്ട് പോകാതെ എങ്ങനെയാ ചെയ്യുന്നത്? ഇനി ധീവര സമുദായത്തിലെ മാതാ അമൃതാനന്ദമയി ദേവി, നമ്മൾ ഏറ്റവും ആദരിക്കുന്ന, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആത്മീയ നേതാവാണ്. പോപ്പ് അവരുടെ അതായത് മാർപ്പാപ്പ പോലും റോമിൽ ഒരു പ്രത്യേക പരിപാടിക്കും അമൃതാനന്ദമയെ ഏറ്റവും പ്രത്യേക അതിഥിയായി വിളിച്ചിരുത്തുകയും മറ്റും ചെയ്തു. ഗാന്ധിജിക്ക് RSSകാരോട് ഒരു പോസിറ്റീവ് റിലേഷൻ ആയിരുന്നില്ലേ? മുസ്ലിങ്ങളോടുള്ള സമീപനത്തിൽ ഗാന്ധിജിക്ക് വിമർശനം ഉണ്ടായിരുന്നു. ഗാന്ധിജി അൺടച്ചബിലിറ്റി, RSSന്റെ അൺടച്ചബിലിറ്റിക്കെതിരെയുള്ള, തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള നിലപാടിനെ ശ്ലാഘിച്ചു. ശ്ലാഘിച്ചിട്ടുള്ളൂ. അത് ഗാന്ധിജി പല സംഘടനകളുടെ യോഗത്തിൽ പോയിട്ടുണ്ട്. അഭിലാഷ് ഒന്ന് തീർത്തോട്ടെ. അതാ മുസ്ലിം ക്വസ്റ്റ്യൻ നമുക്ക് മാറ്റി വെക്കാം. അത് ഗാന്ധിജിയുടെ വിമർശനം എന്നും അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഹിന്ദു സമൂഹത്തിനുള്ളിൽ അച്ചടക്കം ഉണ്ടാക്കാനും ജാതീയത ഇല്ലാതാക്കാനും ഒക്കെ RSS എടുക്കുന്ന എല്ലാ നിലപാടുകളെയും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആദരിക്കുകയും RSSന്റെ ശാഖകളിൽ പ്രാതസ്മരണീയനാണ് ഗാന്ധിജി. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ജനിച്ച മഹാന്മാരായ ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ പ്രാതസ്മരണീയനാണ് ഗാന്ധിജി എന്നും ശ്രീ ഗുരുജി ഗോൾവൽക്കർ അടക്കം മഹാത്മാഗാന്ധി എന്റെ പേരെടുത്തു, അതെന്റെ ജീവിതത്തിലെ മഹാൻ ഭാഗ്യങ്ങളിൽ ഒന്നാണ് എന്ന് പറയുകയല്ലേ. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഗാന്ധി പറഞ്ഞ് വേറൊരു നെറേറ്റീവ് ഉണ്ടാക്കല്ലേ രാഹുൽ ഈശ്വർ. 1947 പോലീസ് റെക്കോർഡ്സ് അത് ആർക്കൈവൽ മൂല്യമുള്ളതാണ്, ആർക്കൈവ്ഡ് ആണ് എന്ന് മാത്രമല്ല 1947 ഡിസംബറിലെ ഗോൾവാൾക്കറുടെ അടക്കം പ്രസംഗങ്ങൾ, ഡൽഹിയിൽ നടന്ന കൂടിയാലോചനകൾ, ഇതിന്റെയൊക്കെ പോലീസ് റിപ്പോർട്ടുകൾ, ഇതേക്കുറിച്ച് പരാമർശിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ താങ്കൾ പറയുന്നത് കേട്ടാൽ ഗാന്ധിജി തോളെ കൈയിട്ട് നടന്ന 2 കൂട്ടരാണെന്ന് തോന്നും. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ പിന്നെ ആ വിഷയത്തിലേക്ക് പോയാൽ നമ്മുടെ ക്ഷേത്രത്തിന്റെ വിഷയം മാറിപ്പോ. അതുകൊണ്ടാണ് ഒരു വരി തന്നാൽ മതി. ഗാന്ധിജിയോട് ആശയപരമായ വ്യത്യാസം സംഘത്തിനുണ്ടായിരുന്നു, പക്ഷേ ഗാന്ധിജിയോട് എന്നും ബഹുമാനമാണ്. ഇന്ന് മോദിജി പോലും ആ ലൈനല്ലേ എടുക്കുന്നത്. മഹാത്മാഗാന്ധിയെ എന്നും ആദരിച്ചുകൊണ്ടുള്ള ഒരു സെന്റർ റൈറ്റ് അല്ലേ അമിത്ഷാ അടക്കം. അല്ല, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ശ്രീ അമിത്ഷാ അടക്കം പറയുന്നത് കഴിഞ്ഞ 1000 വർഷങ്ങളിൽ ഈ ലോകത്ത് ജനിച്ച ഏറ്റവും വലിയ മഹാൻ മഹാത്മാഗാന്ധിയാണെന്നാണ്. ശ്രീ അമിത്ഷായുടെ അടക്കമുള്ള നിലപാടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ RSSന്റെ സർസംഘചാലക് പൂജനീയ മോഹൻ ഭഗവത്ജി എന്നും ഒരു ഗാന്ധിയൻ ലൈൻ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് പറയുന്നതല്ലേ. നമ്മൾ ഈ ഹിന്ദു സമൂഹത്തിലെ 2 പ്രമുഖ ധാരകളാണ് ഈ ഗാന്ധിയൻ കോൺഗ്രസും RSSകാരും. ഇവർക്കിടയിൽ സമവായം ഉണ്ടാക്കാതെ, അതായത് വിശ്വാസ പദ്ധതിയിൽ നിൽക്കുന്ന ആൾക്കാർ, ഇവർക്കിടയിൽ സമവായം ഉണ്ടാക്കാതെ വിഷയമൊന്നുമല്ല. എന്തായാലും ഞങ്ങൾ സൈലൻസ് ചെയ്യും എന്ന് പറഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോഴാണ് ഗാന്ധിജിയുടെ കൊലപാതകം. അതൊക്കെ അനൂപ് പറയും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോയി അതിലാവും തർക്കം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് വല്ലാതെ കടക്കുന്നില്ല. ശ്രീ അക്കീരമൺ കാളിദാസ് ഭട്ടതിരിപ്പാട്, ഇവിടെ ഇപ്പോൾ ഒരു ഹിന്ദു സമൂഹത്തിൽ നിന്ന് തന്നെയാണ് ഈ ചർച്ച ഉയർന്നിട്ടുള്ളത്, അല്ലാതെ പുറത്തുള്ള രാഷ്ട്രീയ കക്ഷികളോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചർച്ചയേ അല്ല. അപ്പോൾ KS രാധാകൃഷ്ണൻ അദ്ദേഹം ഈ ഹിന്ദു ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരാളാണ്, ഫിലോസഫിക്കൽ തോട്ട്, വേദങ്ങളൊക്കെ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തൊരു അഭിപ്രായ പ്രകടനം ഉണ്ടായി, അതിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ ഈ കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടൊരു സമവായം, അങ്ങനത്തെ ഒരു ഡിസ്കോഴ്സിന് പ്രസക്തി ഉണ്ടോ? അല്ലെ, ഈ ഇന്നത്തെ നമ്മുടെ ചർച്ച തന്നെ ഞാൻ മനസ്സിലാക്കി ശബരിമല ഇപ്പോഴത്തെ പുതിയ തന്ത്രിയുടെ നിലപാടുകളെ കുറിച്ചാണല്ലോ പറയുന്നത്. അതാണല്ലോ ചർച്ച. ഞാൻ കേട്ടില്ല, അതുകൊണ്ട് പറയാം. അപ്പോ ശരിക്കും പറഞ്ഞാൽ ശബരിമല വിഷയത്തിൽ ശബരിമലയിലെ എല്ലാ തോന്നിവാസങ്ങൾക്കും കാരണം അവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ കുഴപ്പങ്ങളാണെന്നുള്ളത് സാമാന്യം അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. ഇതൊക്കെ ആരുടെയെങ്കിലും ശിരസിൽ കൊണ്ടുവെക്കുന്നതിൽ അർത്ഥമില്ല. ഈ തന്ത്രശാസ്ത്ര വിധി പ്രകാരം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കാലത്തോടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമല്ലേ.
ഇതിനെ നമ്മൾ തന്നെ മാറ്റിക്കുറിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളല്ലല്ലോ ചെയ്യേണ്ടത്, സമൂഹമല്ലേ. അപ്പൊ അതുകൊണ്ട് നിലവിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് താന്ത്രിക അധികാരങ്ങൾ എന്ന് പറയുന്നത് ആ പ്രാണപ്രതിഷ്ഠ ചെയ്തത് ശരിക്കും ഭൗതികമല്ല, ആത്മീയ തലമാണ് ക്ഷേത്രങ്ങൾക്കുള്ളത്. മറ്റു ദേവാലയങ്ങളിലൊക്കെ നമ്മുടെ സഹോദരന്മാര് അവരുടെ ഡെഡ് ബോഡി വരെ അവിടെ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ്. നമ്മളിത് വേറൊരു സിസ്റ്റമാണ്, ആത്മീയ തലം മാത്രമാണ്. അതുകൊണ്ടാണ് ആത്മപുരുഷനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ക്ഷേത്രം. ഒരു മനുഷ്യ സമൂഹത്തിന്റെ സംസ്കാരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം മുഴുവൻ. അത് ചുമ്മാതെ ഈ കാലാകാലങ്ങളായിട്ട് അറിവില്ലായ്മയാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. കാലാകാലങ്ങളിൽ അവിടെ നടന്നിരുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് ജനത്തിനെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതിന്റെ ശിക്ഷയാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. കാരണം ഇത് ഏതാണ്ട് അനാചാരമാണ്, കുറെ ആൾക്കാരുടെ അധികാരമാണ് എന്നൊക്കെയാണ്. ഒരു ആൾക്കൂട്ടം, ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ബ്രാഹ്മണ സമൂഹം ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു പ്രസ്ഥാനമായിരുന്നെങ്കിൽ ഈ ചർച്ചകളൊന്നും ഇങ്ങനെ പോവുകയല്ല, യാതൊരു സംശയമില്ല. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ന്യായവും നീതിയും ധർമ്മവുമാണ് വിജയിക്കേണ്ടത്. ഇപ്പൊ ഞങ്ങളിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, തന്ത്രി എന്ന് പറയുന്ന ആളിനെ, അദ്ദേഹത്തിന്റെ മകനെ അവിടെ കയറ്റണം എന്ന് പറയാൻ അവകാശമില്ല. കാരണം അദ്ദേഹം ഓൾറെഡി ഈ തന്ത്രിയുടെ മകൻ അവിടുത്തെ അംഗമാണ്, ശബരിമല തന്ത്രം കഴിക്കേണ്ട ആളാണ്. ആ നിലയ്ക്ക് അദ്ദേഹം കത്ത് കൊടുത്തത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ തന്ത്രി ആ ആചാര്യന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും കേസോ മറ്റു വിഷയമോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കട്ടെ, അത് പരിഹരിച്ച് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. പിന്നെ നമുക്ക് എന്താന്ന് വെച്ചാൽ ഈ ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സങ്കടം എന്താ, മുഴുവൻ വഴിയാധാരമാക്കി കളഞ്ഞു എന്നുള്ളതാണ്. അവിടെ സ്നാനം ചെയ്ത് ബലിതർപ്പണം ചെയ്ത് അവിടെ വന്ന് തൊഴാൻ പറ്റും. ഇതൊക്കെ ആരുടെ കുഴപ്പമാണ്? തന്ത്രിയുടെ കുഴപ്പമാണോ? ഇതൊക്കെ സമൂഹത്തിൽ വരുത്തി വെച്ച കുഴപ്പ, ഇതൊക്കെ രാഷ്ട്രീയക്കാർ ഇതിനെ ഉപകരണമാക്കി മാറ്റുകയാണ്. അതാണ് സത്യം. ശരി, ഈ പറഞ്ഞോളൂ. ശരി, ഓക്കെ, ആ പോയിന്റ് ക്ലിയർ ആണ്. എനിക്ക് SJR കുമാർ, ഇപ്പോൾ ഇവിടെ തന്ത്രിയുടെ വിഷയം മാത്രമല്ല, ക്ഷേത്ര ഭരണം എന്ന വിഷയവുമുണ്ട്. അതിൽ നോക്കൂ, ഇവിടെ മന്ത്രി പറഞ്ഞ ഒരു കാര്യത്തിലെ പ്രസക്തമായ വിഷയം, കവനന്റിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിക്ക് പ്രത്യേക ബെഞ്ചുണ്ട്. ഹൈക്കോടതി ദൈനംദിന ക്ഷേത്ര ഭരണത്തിൽ ഇടപെടുന്ന രീതിയിൽ സർക്കാരിന് വിമർശനമുണ്ട്. ഇപ്പോൾ നോക്കൂ, അവിടെ ഒരു ഇലയനങ്ങണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം എന്നുള്ള നിലയിൽ ഇപ്പോൾ കോടതി ഒരു വലിയ അധികാര കേന്ദ്രമായി ഭരിക്കേണ്ടതാണോ? ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു ബോഡി ഇല്ലേ എന്നൊരു ചോദ്യം പ്രസക്തമല്ല. അപ്പൊ ക്ഷേത്രം ആര് ഭരിക്കണമെന്ന് നോക്കും? ഇപ്പൊ നിങ്ങൾക്ക് വിശുദ്ധ പുരുഷത്തിനൊക്കെ പല അഭിപ്രായങ്ങളുണ്ടാവും. അതിനപ്പുറത്ത് ഇപ്പോൾ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. കോടതിയാണോ ക്ഷേത്രം ഭരിക്കേണ്ടതെന്ന ചോദ്യത്തിനുള്ള ഉത്തരവ് എന്താണ്? ശ്രീ അഭിലാഷ്, അതിലേക്ക് വരാം. കൃത്യമായിട്ട് ഇതിനെല്ലാം മറുപടിയുണ്ട്. കാരണം ഞാൻ ഈ പല കേസുകളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ. പക്ഷെ ആദ്യമായിട്ട് കോൺഗ്രസ് പ്രതിനിധി ഇവിടെ പറഞ്ഞ ചില വിഷയങ്ങൾ ശ്രീ ശ്യാംരാജ് അതിന് വേണ്ട ഉത്തരം കൊള്ളി. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ആ പ്രധാന വിഷയം മാത്രം അദ്ദേഹം പറഞ്ഞില്ല. ഈ താഴമൺ കുടുംബത്തിന് ആ തന്ത്രിസ്ഥാനം ആവശ്യമുണ്ട്, മാറ്റണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞില്ല. ഒരു കുടുംബവാഴ്ച എന്തുകൊണ്ടെന്ന് വെച്ചാൽ, കാലാകാലങ്ങളായിട്ട് ഇവരുടെ പാർട്ടി തന്നെ ഒരു കുടുംബവാഴ്ചയുടെ കീഴിലാണ്. അവർക്ക് എങ്ങനെ അതിനെതിരെ പറയാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് ആ കുടുംബവാഴ്ച ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം കോൺഗ്രസ് ഒന്നുകൂടി ചിന്തിക്കണം. എന്നിട്ട് വേണം ഇതിനൊക്കെ മറുപടി പറയാനായിട്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. രണ്ടാമത് അയോധ്യയെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം വേണ്ട തരത്തിൽ അന്വേഷിക്കാതാണ് പറഞ്ഞത്. ഈ അയോധ്യക്കെതിരെയാണ് കോൺഗ്രസ് അന്നും ഇന്നും. രാഹുൽ ഗാന്ധി ഇതുവരെ അയോധ്യയിൽ ക്ഷേത്രത്തിൽ പോയിട്ടില്ല. അവർ ക്ഷേത്രത്തിൻ്റെ എതിരായിരുന്നു, പണിയുന്നതിനെതിരായിരുന്നു. ഇന്നും അവരെതിരാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുനടന്ന ഈ സംഘപരിവാർ അല്ലെങ്കിൽ നമ്മുടെ വിശ്വഹിന്ദു പരിഷത്ത് ആയിരുന്നു എൻ്റെ മുന്നിൽ നിന്നത്. ആ പ്രസ്ഥാനത്തിന്റെ പോരാട്ടത്തിന്റെ ഫലമായിട്ട് 450 വർഷമായിട്ട് ഈ അയോധ്യയിൽ നിന്നൊക്കെ പത്രലേഖകരൊക്കെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഈ ചുറ്റുമുള്ള കച്ചവടക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസത്തിലാണ്. കാരണം അവിടേക്ക് ഇപ്പൊ ആള് വരുന്നത് പോലും നിലച്ചു, കൊടുക്കുന്നത് മുഴുവൻ അടിച്ചോണ്ട് പോവല്ലേ, ആ അവസ്ഥയിലാണ്. അതാ ഞാൻ പറഞ്ഞത്. ഈ അല്ലല്ല, ഒരടിച്ചോണ്ട് പോകുന്നില്ല. ഇത് ഞാൻ പറയുന്നത് ഇപ്പൊ ശബരിമലയുടെ വിഷയം എന്ന് പറഞ്ഞ പോലെ ഈ ഡോക്ടർ KS രാധാകൃഷ്ണൻ ലേഖനം എഴുതുന്നതും പറഞ്ഞ് ഇന്നിപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞതുപോലെ അവിടെ എത്രയോ ക്ഷേത്രം, ഇപ്പോൾ ശബരിമല നടക്കുന്നില്ലേ, ഇപ്പം നമുക്കറിയാമല്ലോ. പക്ഷേ അതിനു വേണ്ടി നടപടി എടുത്തത് ആ ക്ഷേത്രത്തെ ട്രസ്റ്റാണെന്നുള്ളത് നമ്മൾ മറന്നുപോരുത്. ഈ ക്ഷേത്രത്തിനകത്ത് മോഷണം നടക്കുന്നു എന്ന് കണ്ടുപിടിച്ച് അതിനെ ഒളിക്യാമറ വെച്ചിട്ട് കണ്ടുപിടിച്ച് അവരെ കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും SITക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തുകയും കേസ് നടത്തിക്കൊണ്ടും ചെയ്യുന്ന ട്രസ്റ്റാണ്. അല്ലാതെ ആരും പുറത്തുനിന്ന് ഒരാൾ കണ്ടുപിടിച്ചിട്ട് ഇത് ചെയ്തതൊന്നുമല്ല. അങ്ങനെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അന്വേഷണം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കുറ്റക്കാരാണ്, ശിക്ഷിക്കട്ടെ. അതുകൊണ്ട് കൃത്യമായിട്ട് വിവരമില്ലാതാണ് അദ്ദേഹം പറയുന്നത്. അവിടെ അത്തരം ഒരു നടപടിയും ഈ വിശ്വഹിന്ദു പരിഷത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന് ട്രസ്റ്റ് ആൾക്കാരോ ഒരിക്കലും ഇതൊരു കുറ്റവാളിയായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതിനുള്ള തെളിവില്ല. ഇപ്പോൾ തന്ത്രിയുടെ കാര്യം പറഞ്ഞ പോലെ. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അത് തെറ്റായൊരു ഇതാണ്, ഒരു നറേറ്റീവാണ്. അത്തരം നറേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്യാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ വേറെ ഒന്നും അവർക്ക് പറയാനില്ല. ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇപ്പൊ ഈ എന്തുകൊണ്ടാണ് കോടതി ഇടപെടുന്നതെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് അതിന് മറുപടി എന്താന്ന് വെച്ചാൽ,
കേരളത്തിലെ ക്ഷേത്രങ്ങൾ കാലാകാലമായിട്ട് ഈ 1957 മുതൽ ഭരിച്ച പല സർക്കാരുകളും ഈ ക്ഷേത്രങ്ങളെ വേണ്ട തരത്തിൽ പരിഗണിച്ചില്ല. അവർ വിശ്വാസികൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവരുടെ മനസ്സിന് ഇണങ്ങുന്ന തരത്തിലുള്ള ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾ വെക്കാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല. എപ്പോഴും നിരന്തരമായിട്ട് സർക്കാരുകൾ ഇടപെട്ടുകൊണ്ടിരുന്നു. ശബരിമലയിൽ പോലും നമുക്കറിയാം ദേവസ്വം ബോർഡ് എന്തെല്ലാം കാര്യങ്ങളാണ് അനാവശ്യമായി ഇടപെട്ടുകൊണ്ടിരുന്നത്. ശരി, ഓക്കെ, അതുകൊണ്ട് കോടതി ഇടപെടുന്നു എന്നുള്ളതാണ് താങ്കളുടെ പോയിന്റ്. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ അനൂപിലേക്ക് വരാം. ഇടവേള ചർച്ച അവസാന ഘട്ടത്തിൽ. പക്ഷേ അനൂപ്, ഇനിയിപ്പോൾ കോടതി ഇക്കാര്യത്തിൽ എന്ത് പറയുന്നോ അതുപോലെ ചെയ്യാം എന്നുള്ളതാണോ സർക്കാരിന്റെ നയം? അഭിലാഷേ, അതിലേക്ക് ഞാൻ വരാം. അതിന് മുൻപ് ഇവിടെ 2 RSSന്റെ സംഘപരിവാർ സംഘടനകളുടെ പ്രതിനിധികൾ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് എനിക്ക് തീർച്ചയായും മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട ശ്യാംരാജ് അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് RSSന്റെ ശാഖകളെന്ന് പറയുന്നത് ഈ പറയുന്ന ജാതിപരമായൊരു ഉച്ചനീചത്വങ്ങളില്ലാത്ത മനുഷ്യത്വം പൂത്തുലയുന്ന ഇടങ്ങളാണ്. RSS എന്താണ് പഠിപ്പിക്കുന്നതിനെ കുറിച്ചൊന്നും ചർച്ചകളിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ഞാൻ വിസ്താര ഭയം കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം ബൻവർ മേഘവൻഷി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? രാജസ്ഥാനിൽ നിന്നുള്ള ആദ്യകാലത്ത് കൗമാരകാലത്ത് RSS തുടങ്ങി അവിടുത്തെ ജാതീയമായ അദ്ദേഹത്തിന് നേരിട്ട അനുഭവങ്ങളെ തുടർന്ന് RSS വിട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്, ഐ കുഡ് നോട്ട് ബി എ ഹിന്ദു, ദ സ്റ്റോറി ഓഫ് എ ദളിത് ഇൻ RSS എന്ന ആ പുസ്തകം ഞാൻ ഈ സുഹൃത്തിന് സംഘപരിവാർ പ്രതിനിധിക്ക് സജസ്റ്റ് ചെയ്യാണ്. അങ്ങ് കുത്തിയിരുന്ന് വായിച്ചു നോക്കിയാൽ അതിനകത്ത് ഒരു RSS ശാഖയ്ക്കകത്ത് അദ്ദേഹം നേരിടേണ്ടി വരുന്ന ജാതി. ഞാൻ പറയട്ടെ എന്റെ പൊന്ന് ശ്യാംരാജ്, അങ്ങ് പറഞ്ഞ കേട്ടിരുന്ന ആളല്ലേ? ഞാൻ പറയട്ടെ ഞാൻ പറയാ ശ്യാമേ, ഞാൻ പറയട്ടെ. ശരിയല്ലല്ലോ അത്? ഡാർക്ക് ഡേയ്സ് ഓഫ് എമർജൻസി എന്നൊരു പുസ്തകമുണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം. ഏത് പുസ്തകം വായിക്കാൻ തയ്യാറാ? ശ്യാം തരുന്ന ഏത് പുസ്തകവും ഞാൻ വായിക്കാൻ തയ്യാറാണെന്നേ. പിന്നെ അങ്ങ് പറഞ്ഞത് എന്താ? കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗ, കോൺഗ്രസിന്റെ പാർലമെന്ററി കാര്യങ്ങളിൽ കോൺഗ്രസിന് മുന്നിൽ നിന്ന് ലോക്സഭയിൽ നയിക്കുന്ന ആളാ. അദ്ദേഹത്തിന് ഈ പാർട്ടി അർഹമായ അംഗീകാരം കൊടുത്തിട്ടുണ്ട്, ഇനിയും അംഗീകാരം കൊടുക്കും. കൊടുക്കുന്ന സുരേഷ് ഞങ്ങളുടെ നേതാവാ. ഇവിടെ ജാതീയമായി ടാർഗറ്റ് ചെയ്ത് നേതാക്കന്മാർ മാറ്റും. ഞങ്ങളുടെ പ്രസിഡന്റ് ആരാ ശ്യാമേ? മല്ലികാർജുൻ ഖാർഗെ. അയാമേ അംബേദ്കറൈറ്റ് എന്ന് ഒരു കോംപ്രമൈസ് ഇല്ലാതെ സംസാരിക്കുന്ന, അംബേദ്കർ സൂക്തങ്ങൾ ഉരുവിടുന്ന, നിങ്ങളെ കടന്നാക്രമിക്കുന്ന, നിങ്ങളെ രാഷ്ട്രീയമായും സാംസ്കാരികമായും നേരിടുന്ന ഒരു അംബേദ്കറായിട്ടാണ് ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. പിന്നെ ഇവിടുത്തെ ആൾ പറഞ്ഞു ശബരിമല തന്ത്രസ്ഥാനം പോലെയൊന്നല്ല കോൺഗ്രസിന്റെ ഈ പറയുന്ന ആളുകൾ പ്രധാനമന്ത്രിയായിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ വോട്ട് നേടിയ. ഇവിടെ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഇവിടെ വന്നിട്ടുള്ളത് ജനങ്ങളുടെ പാർലമെന്ററി ജനാധിപത്യത്തെ ജനങ്ങളെ അഡ്രസ് ചെയ്തിട്ടാണ്. അല്ലാതെ തന്ത്രി കുടുംബത്തെ പോലെയാണോ? ശുദ്ധ വിവരക്കാരല്ലേ അത്? ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടല്ലേ പ്രധാനമന്ത്രി ആയത്? അല്ലാതെ RSSന്റെ ശാഖയിൽ കൈകാര്യകർത്താക്കൾ നിയോഗിക്കുന്ന പോലെയാണോ? ജനസമ്മതിയുള്ളൊരു കുടുംബമാണത്. നിങ്ങൾക്ക് നെഹ്റു കുടുംബത്തെ എതിർക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഇന്ത്യക്കകത്ത് ജാതി സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായി രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യണമെന്നാണ് ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള തീരുമാനം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ മല്ലികാർജുൻ ഖാർഗെ കൃത്യമായി ജാതി സംസ്കൃതിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കഴിയില്ലെന്നേ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കത് അഡ്രസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എത്ര, ആരോ പറഞ്ഞ പോലെ നിങ്ങൾ എത്ര മേക്കപ്പ് ചെയ്താലും ഉള്ളിലെ ഫ്രോഡ് പുറത്ത് കാണിക്കപ്പെടും എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലെ കൃത്യമാണെന്നേ, വ്യക്തമാണെന്നേ. അദ്ദേഹം ഇവിടെ ഞാൻ പറയാം, ഇവിടെ മറ്റേ മല്ലികാർജുൻ ഖാർഗെനെയൊക്കെ ഇവര് അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കി ആരെയൊക്കെ പറഞ്ഞു 26 കൊല്ലം എടുത്തു. 2000 ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ എന്നോട്ട് 2000 10-26 കൊല്ലം 26 വർഷം ബിജെപിയിൽപ്പെട്ട ഒരാളെ ദേശീയ അധ്യക്ഷനാക്കിയിട്ടും കോൺഗ്രസ് വിഷയം വേറെയാണ്. വളരെ നന്ദി. നമ്മൾ സമയം അവസാനിച്ചു. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.